രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നിമിഷം. തേജോമയനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. പ്രവർ വിശ്വസിക്കുന്നുണ്ട്. ആരാധനയിലൂടെ അത് നമുക്ക് വെളിപ്പെടാനിടയെ നിരംഗത്തിൽ ആത്മീയ ആർജവത്വം കർത്താവ് നമുക്ക് തന്നു. ഇനി ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ പരതിയാൽ, വിശേഷിച്ച് പുതിയ നിയമ ലേഖനങ്ങൾ മുഴുവനും പരതിയാൽ, വേറൊരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരൊറ്റയിടത്ത് മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു പ്രയോഗമാണ് വിശുദ്ധിയിൽ തികയുക എന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യമാണ് നമ്മളോട് വായിച്ചത്. ആ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ആ വാക്യത്തിനകത്തെ ആ പ്രയോഗം വിശുദ്ധിയുടെ തികവ്, ഫുൾനെസ് ഓഫ് ദ ഹോളിനെസ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്, പ്ലറോമ ഇൻ ഹോളിനെസ്. പ്ലറോമ എന്ന പദം അറിയാം, ഗ്രീക്ക് വേർഡാണ്. പ്ലറോമ ഇൻ ഹോളിനെസ്, വിശുദ്ധിയുടെ തികവ് എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മിക വിഷയത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? വിശുദ്ധിയെ കുറിച്ചൊക്കെ കേൾക്കുന്ന സന്തോഷമാണോ? കാലഘട്ടത്തിന് ചേരുന്ന ഒരു പ്രസംഗമാണോ ഉപദേശി, വേറെ വല്ലതൊക്കെ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലയിടങ്ങളിലുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ അനിവാര്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ നാം ആഴത്തിൽ അറിയേണ്ടതും അവതരിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ ഒരു വിഷയമാണ് വിശുദ്ധി. നാം വിശുദ്ധരാകാനല്ല വചനം പറയുക, വിശുദ്ധിയിൽ തികഞ്ഞവരാകാൻ. ഹല്ലേലൂയ. അതാണ് പെർഫെക്റ്റ് ഇൻ ഹോളിനെസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ബാഹ്യപ്രകടനങ്ങളിലൂടെയോ എന്തെങ്കിലും പ്രകടന പ്രഹസനങ്ങളിലൂടെയോ വിശുദ്ധരാണെന്ന് കാണിക്കുക എന്നുള്ളതല്ല, അകത്ത് കാമ്പും കഴമ്പുമുള്ള ഒരു വിശുദ്ധിയുടെ വ്യക്തിത്വമാകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ധ്യാനവേളയിൽ, എന്റെ പഠനമുറിയിൽ എനിക്ക് പകർന്നു തന്ന, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന ആലോചനകളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക വാക്യങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഈ രാത്രിയിൽ നിങ്ങളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ആത്മീക തീഷ്ണതയിൽ നിൽക്കുന്നത് പോലെ തന്നെ നിരവധി ആളുകളെ കാന്തികമായി ഇതിലേക്ക് വലിച്ചടിപ്പിക്കുവാനുള്ള ഒരു ദൗത്യം കൂടെ നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ കർത്താവ് കൃപ തരുമാറാകട്ടെ. ഞാൻ എന്നെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, വചനത്തിലേക്ക് നേരെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന സഭാലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒന്നാണ് 2 കൊരിന്ത്യർ ലേഖനം. ഒരു കാര്യം ഞാൻ ഇറങ്ങി പറയാം. 1 കൊരിന്ത്യർ ലേഖനം തല്ലിന്റെ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് അനാത്മീയതയിലേക്ക് മുതലക്കുപ്പ് നടത്തിയ സഭാജനങ്ങളെ അവരുടെ വഴിക്ക് വിടാതെ ആത്മഭാരത്തോടെ അവരെ തർജ്ജനം ചെയ്യുന്നു. വാക്കുകൾ കൊണ്ട് തല്ലുകയാണ് പൗലോസ്. കാരണം പൗലോസിന് തല്ലാനുള്ള റൈറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? തിന്മയിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് പൗലോസാണ്. അപ്പൊ അവരുടെ ആത്മീക പിതാവാണ് പൗലോസ് എന്നുള്ളത് കൊണ്ട് അവരുടെ ആത്മീക മൂല്യച്യുതി കണ്ടിട്ട് അവരെ വാക്കുകൊണ്ട് ശകാരിക്കുകയാണ് പൗലോസ്. തർജ്ജനം ചെയ്യുക, മുഖം നോക്കാതെ ദാക്ഷിണ്യമില്ലാതെയുള്ള ശക്തമായ താക്കീതും ശകാരങ്ങളും. അതാണ് 1 മുതൽ 16 വരെയുള്ള 1 കൊരിന്ത്യർ ലേഖനങ്ങൾ. എല്ലാ അധ്യായങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രബോധനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രകോപനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം എന്ന് പറയുന്നത് ആദ്യത്തെ ലേഖനം കൊണ്ട് തല്ലുകൊണ്ട് വേദനപ്പെട്ടിരിക്കുന്നവരെ തലോടുന്ന ലേഖനമാണ്. അപ്പൊ പൗലോസിന്റെ ശിക്ഷാരീതി കണ്ടോ? ആദ്യം തല്ലുക, പിന്നെന്തോ ചെയ്യാം? തലോടുക. തല്ലുക, തലോടുക. അത് പൗലോസിന്റെ ഒരു ശിക്ഷാ നടപടിയാണ്. അതുകൊണ്ട് 1-ാം ലേഖനത്തിലെ വാക്കുകൾ, വാചകങ്ങൾ, പ്രയോഗങ്ങൾ കൊണ്ട് നൊമ്പരം അനുഭവിച്ച ആ ജനത്തെ മുഴുവനും 2-ാം ലേഖനം കൊണ്ട് തലോടുകയാണ് പൗലോസ്. 1-ാം അധ്യായത്തിൽ തന്നെ 10 പ്രാവശ്യം ദൈവത്തിന്റെ ആശ്വാസം എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ആശ്വസിപ്പിക്കുന്നവന്. അത് സത്യത്തിൽ പൗലോസ് ആശ്വാസം വാങ്ങിച്ചവർക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം അങ്ങനെ ദൈവശാസ്ത്രപരമായി ഗംഭീരമായിരിക്കുന്ന ആലോചനകൾ നൽകി തരുന്ന ലേഖനമാണ്, അധ്യായങ്ങളാണ്. അതിൽ 7-ാം അധ്യായം 1-ാമത് വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്. അതിനൊരൊറ്റ പ്രയോഗം മാത്രം, നിരവധി പ്രസംഗങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് 7-ാം അധ്യായം 1-ാമത് വാക്യത്തിന്റെ ശൈലി എന്ന് നാം അറിയണം. കുഞ്ഞുങ്ങളൊക്കെ ആ വാക്യം മനസ്സിലെത്തി ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. ഒട്ടനവധി വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും പിന്നെ ആത്മാവിലെയും. അപ്പം വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? ദൈവം തന്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങൾ
വാഗ്ദത്തങ്ങളുടെ പട്ടിക നാം പഠിക്കണം. വാഗ്ദത്തം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വിസയുടെ കാര്യമോ പ്രൊമോഷന്റെ കാര്യമോ നമ്മൾ ആഗ്രഹിച്ച വിവാഹത്തിന്റെ കാര്യമൊക്കെ കർത്താവ്, അതൊക്കെ വാഗ്ദത്തങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന വാഗ്ദത്തം അതൊന്നുമല്ല. ആത്മീക വിഷയത്തിൽ ഗൗരവമായ വാഗ്ദത്തങ്ങൾ വളരെയുണ്ട്, അതൊന്നും വിവരിക്കാൻ നേരമില്ല. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും, പിന്നെ ജഡമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാഹ്യ ശരീരമാണ്. മനസ്സിലായില്ലേ? എബ്രഹാം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശരീരമാണല്ലോ, ഈ പ്രകൃതം, ഇതിനെയാണ് ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്ന് ഇതിന്റെ ഉള്ളിലുണ്ട്. അതാണ് ആത്മാവെന്ന ഇവിടെ വ്യക്തമാക്കുന്ന ആന്തരിക മനുഷ്യൻ, ദ ഇന്നർ മാൻ. മനസ്സിലായി? ഏത് വ്യക്തിക്കും രണ്ട് മണ്ഡലങ്ങളുണ്ട്, ഒന്ന് ബാഹ്യമണ്ഡലം, രണ്ട് അധോമണ്ഡലം. മനസ്സിലായില്ലേ? അപ്പം ആ അധോമണ്ഡലത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിലെ എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെ അന്തരാത്മാവാണ്. അപ്പൊ ബാഹ്യ മനുഷ്യനും അകത്തെ മനുഷ്യനും ഒരേപോലെ എന്തോ ആകണം, ജഡത്തിലെയും ആത്മാവിലെയും എന്തോ മാറ്റണമെന്ന്, കൺമഷവും, സകല കൺമഷവും. ആ പ്രയോഗം വളരെ ഗംഭീരമാണ്. കൺവെൻഷൻ അല്ല, പിന്നെ കൺമഷം എന്നൊക്കെ പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു മലയാള വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ ആംഗലേയം കൂടുതൽ ഉപയോഗിക്കുന്നവര്, പിന്നെ വല്ലപ്പോഴും ഒക്കെ മലയാളം ഞങ്ങളൊക്കെ വരുമ്പോഴേ ഞങ്ങളോട് മലയാളം പറഞ്ഞേ പറ്റുള്ളൂ, അങ്ങനെ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും കൺമഷം എന്ന പദമൊന്നും പ്രയോഗത്തിൽ പറയണമെന്നില്ല. അതൊരു പ്രാചീന മലയാള പദമാണ്. കൺമഷം, അശുദ്ധി, മലിനത എന്നൊക്കെയുള്ള പ്രയോഗമാണ്. ആ കൺമഷം നീക്കണം. അത് ശകലം നീക്കിയാൽ പോരാ, പിന്നെ എങ്ങനെ നീക്കണം എന്നാ, സകലവും. അക്ഷരം മാറരുത് കേട്ടോ, ശായല്ല അക്ഷരം, പിന്നെ സായാണ് അക്ഷരം. സകല കന്മഷവും നീക്കി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മെ തന്നെ വെടിപ്പാക്കി. ദൈവഭയത്തിൽ എന്തോ ചെയ്യണം, വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ നമ്മിൽ വ്യാപരിക്കേണ്ട ഒന്നാണ് ദൈവഭയം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഓസ്ട്രേലിയയുടെ കാര്യം മാത്രമല്ല, അമേരിക്കയുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, കേരളത്തിന്റെ കാര്യം മാത്രമല്ല, ദൈവഭയം എന്ന് പറയുന്നത് ഏതാണ്ട് കാലഘട്ടപ്പെട്ട ഒരു കാലത്തിലേക്കാണ് നാം വരിക. എല്ലാം ഉണ്ട് മനുഷ്യന്, പക്ഷേ ദൈവഭയം ഇല്ലെന്ന് വേണം പറയാൻ. ആ കൂട്ടത്തിൽ നമ്മളായി പോകാതെ ദൈവഭയമുള്ളവരാകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ കൺവെൻഷനെ സംബന്ധിക്കുമ്പോൾ ദൈവഭയം എന്നിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു പുനർവിചാരണയ്ക്ക് കൂടെ നമ്മൾ തയ്യാറായി പറ്റുകയുള്ളൂ. ദൈവഭയമില്ലാത്തതാണ് ആത്മീക തലത്തിലെ രാഷ്ട്രീയ കളികൾ, ദൈവഭയമില്ലാത്തതാണ് ആത്മീക തലത്തിലെ കസേര കളികൾ, ദൈവഭയമില്ലാത്തതാണ് ആത്മീക തലത്തിലെ കുതികാൽ വെട്ടും മറ്റു ചില ഇടപാടുകളെല്ലാം. വിമർശനങ്ങൾ, വിരോധങ്ങൾ, വിദ്വേഷങ്ങൾ, വിഭാഗികതകൾ ഒക്കെ ആത്മീക തലത്തിലുണ്ട്. എന്തോ ഇല്ലാഞ്ഞിട്ട, പണം ഇല്ലാഞ്ഞിട്ടല്ല, വിദേശ ബന്ധങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്തോ ഇല്ലാഞ്ഞിട്ട, ദൈവഭയം ഇല്ലാഞ്ഞിട്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവഭയമുള്ളവർക്ക് മാത്രമേ എന്തിൽ തികയാൻ പറ്റുള്ളൂ, വിശുദ്ധിയെ തികയ്ക്കാൻ കഴിയുള്ളൂ. അപ്പൊ വിശുദ്ധിയുടെ തികവ് എന്ന ആ പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇനിയുള്ള എന്റെ ചിന്തകൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. സവിസ്തരം നമുക്ക് പഠിക്കാം. ഞാനൊരു ഉണർവ് പ്രസംഗമൊന്നുമല്ല, ഇങ്ങനെ ശാന്തമായി നിന്ന് നിർത്തി പറഞ്ഞു പോവുകയാണ്. ആ സ്റ്റൈല് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാളെ കൂടെ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, വചനം അതിന്റെ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇതിനിടയ്ക്ക് ഉണർവ് ഉണ്ടാകുന്നെങ്കിൽ ഉണർന്നോണം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു ഉണർവ് പ്രസംഗം അല്ലെന്ന് പറഞ്ഞ് എനിക്ക് ഉണർവ് വരികയും ചെയ്യുന്നു. ദൈവമേ എന്താന്ന് ഓർത്ത് വേവരാതിപ്പെടുവൊന്നും വേണ്ട. ഉണർവ് കർത്താവ് തരുന്നതാണ്. ആ ഉണർവ് നമ്മൾ എന്ത് ചെയ്തോണം, അനുഭവിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു ഉണർവാണ് സ്ഥായിയായ ഉണർവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വചനമില്ലാത്ത ഉണർവൊക്കെ പന്തലിൽ തന്നെ ഉള്ളതാണ്. പന്തൽ വിട്ടു പോകുമ്പോൾ ഉണർവ് അവിടെ കിടക്കും. പിന്നെ ആ ഉണർവ് കിട്ടണമെങ്കിൽ അടുത്ത കൺവെൻഷൻ ആ പന്തലിൽ കയറിയെങ്കിലും ഉണർവ് കിട്ടുള്ളൂ. പക്ഷെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ, ജീവിതത്തിന്റെ സമരമുഖങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അവിടെയും ഉണർവുണ്ടാകണമെങ്കിൽ വചനമകത്തുണ്ടായി പറ്റുള്ളൂ. അപ്പൊ വചനം വേണ്ടും വിധത്തിൽ നമ്മുടെ ഉൾത്തടത്തിലേക്ക് കാഞ്ഞു പതിക്കാനിടയാകട്ടെ. ഞാൻ യൂത്ത്സിനെയും കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് എന്റെ വിഷയത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധരാകണമെന്നല്ല വചനം പറയുന്നത്. പിന്നെ വിശുദ്ധിയിൽ എന്തോ ആകണം, തികഞ്ഞവരാകണം. എന്താണ് അതിന്റെ കാരണം? വിശുദ്ധിയുടെ തികവ് എന്ന വിഷയത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ് ആദ്യം ഞാൻ പറയാനായി പോകുന്നത്. വിശുദ്ധിയുടെ തികവ് എന്ന വിഷയത്തിന്റെ പ്രസക്തി എന്താണ്? വിശുദ്ധി തികയണമെന്ന് പറയാനുള്ള അടിസ്ഥാന കാരണങ്ങൾ 1, 2, 3, 4, 5, 6 വാക്യങ്ങളെ ഞാൻ അങ്ങോട്ട് നിരത്തി തരാം. ആ വാക്യങ്ങൾ നാം അറിയുമ്പോൾ മനസ്സിലാകും വിശുദ്ധരായ പോരാ, നമ്മൾ എവിടെ ആകണം, വിശുദ്ധിയിൽ തികഞ്ഞവരാകണം എന്ന് ബോധ്യമാകും. പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങൾ എന്ന് പഴയ നിയമം മുതൽ ഇങ്ങോട്ട്. പഴയ നിയമത്തിൽ ഒരു വാക്യം, ബാക്കി പുതിയ നിയമത്തിൽ. എന്റെ പ്രധാന തട്ടകം പുതിയ നിയമമാണ്. പുതിയ ലേഖനങ്ങളെയാണ് ഞാൻ കൂടുതൽ പ്രണയിക്കുന്നത്. എന്റെ വിഷയത്തിന്റെ തെളിവുകൾ കൂടുതലും ഞാൻ എടുക്കുന്നത് പുതിയ നിയമത്തിൽ തന്നെയാകാം. പിന്നെ അത്യാവശ്യം പഴയ നിയമ വാക്യങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, അത് ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് വിഷയ പഠനത്തെ മുൻനിർത്തി പോകാം. ഒന്നാമതൊരു വാക്യം, എന്തുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധിയിൽ തികയണം? കാലഘട്ടത്തെ നമ്മൾ നോക്കുകയാണ്. കാലവിവേചനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
നമ്മൾ അധിവസിക്കുന്ന ഈ വർത്തമാനകാലം, നിങ്ങൾ ആസ്ട്രേലിയയിൽ പാർക്കുന്നു, ഞാൻ അങ്ങ് കേരളത്തിൽ, മറ്റ് ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഭൂലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ളവരായിരിക്കാം. എവിടെ പാർത്താലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 6 വാക്യങ്ങൾ മനസ്സിന്റെ ചെപ്പിൽ നിന്നും മാറിപ്പോകരുത്. 6 വാക്യങ്ങളെ ഞാൻ തരാൻ പോവുകയാണ്. ഹൃദയത്തിൽ അവയെ കരുതണം. വാക്യങ്ങൾ ഇങ്ങനെ തുടർമാനമായി കേൾക്കുന്ന നല്ലതാണോ, ഇഷ്ടമാണോ? വാക്യങ്ങളുടെ ആഴത്തിൽ, വാക്യങ്ങളുടെ അകമ്പടിയിൽ നാം വിഷയത്തെ വിശദീകരിച്ചു പോകണം. എന്തുകൊണ്ടാണ് ഒരുവൻ വിശുദ്ധിയിൽ തികയണമെന്ന് വചനം അനുശാസിക്കുന്നത്? പാടിയ പോരെ, പ്രാർത്ഥിച്ച പോരെ, സ്വന്തകാഴ്ച ഇട്ട പോരെ, യോഗങ്ങളിൽ അറ്റൻഡ് ചെയ്ത പോരെ, 7, 14, 21 ഒക്കെ ഉപവസിച്ച പോരെ? പോരെ പോരെ പോരെ, അതൊക്കെ നല്ലതാണ്. അതിനെല്ലാം അപ്പുറം നാം വിശുദ്ധിയിൽ തികഞ്ഞേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തമമായ ഉത്തരം വചനം തരികയാണ്. 6 വാക്യങ്ങൾ ഞാൻ അങ്ങോട്ട് തരാം. അതിൽ ഒന്നാമത്തെ വാക്യം അങ്ങ് പഴയ നിയമത്തിൽ നിന്നാകട്ടെ. വേഗം പോകണം. ആ വാക്യങ്ങളെ പെട്ടെന്ന് എല്ലാം നാം കണ്ടേ പറ്റുകയുള്ളൂ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത് വാക്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത് വാക്യം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ഏതാണ് തലമുറ എന്നറിയാമോ? ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികൾ അറിഞ്ഞതും അനുഭവിച്ചവരുമായ തലമുറ. ചെങ്കടൽ ദൈവം പിളർത്തുന്നതും മരുഭൂമിയിൽ ദൈവം മന്ന കൊടുക്കുന്നതും യോർദാനെ ദൈവം വിഭജിച്ചതും ഒട്ടനവധി ശത്രുരാജാക്കന്മാരെ ദൈവം തുരത്തിയതും മരുഭൂമിയിലൂടെ ചുട്ടുമുള്ള മണലാരണ്യത്തിലൂടെ വരുമ്പോൾ ദൈവം കുടപിടിച്ച് 40 വർഷം നടത്തിക്കൊണ്ടുവന്നതും രാത്രിയിൽ ദൈവം അഗ്നിസ്തംഭമായി അവർക്ക് സഹയാത്രികനായിട്ടുണ്ടായിരുന്നതും ഒരു നേരം പോലും അവർക്ക് ദാഹിക്കാതെ പാറയപ്പെടുന്ന വെള്ളം കൊടുത്തതുമായ ഒരു ദൈവത്തെ അനുഭവിച്ച ആ തലമുറയൊക്കെയും പിതാക്കന്മാരോട് ചേർന്നു. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായ വാക്യം? ദൈവത്തെയും ദൈവത്തിന്റെ പ്രവർത്തികളെയും അറിഞ്ഞ തലമുറ മുഴുവനും, അനുഭവിച്ച തലമുറ മുഴുവനും എന്ത് ചെയ്തു പോയി? പിതാക്കന്മാരോട് ചേർന്നു. പക്ഷേ അവരുടെ ശേഷം ഒരു പുതിയ തലമുറ. പ്രിയരെ, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? വല്യപ്പച്ചന്റെ ദൈവത്തെ വേണ്ടാത്ത തലമുറ, വല്യപ്പച്ചയുടെ ദൈവത്തെ വേണ്ടാത്ത തലമുറ. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചാണകം മെഴുക തറയിൽ നിലമ്പാട് നെടുമ്പാട് വീട് കിടന്ന് കണ്ണുനീരുകൊണ്ടത് ശരീരം നനച്ച മാതാപിതാക്കളുടെ ആ ദൈവത്തെ വേണ്ടാത്ത ആധുനിക തലമുറ ഇന്ന് വളരെ പെരുകിയിരിക്കുമ്പോൾ പലരും നമ്മുടെ നെഞ്ചകത്തിന് നേരെ ഉന്നപ്പിഴയ്ക്കാതെ എഴുതുവിടുന്നൊരു പ്രയോഗമാണ്, നീ വിശുദ്ധനായ പോലെ വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. എത്ര പേര് ഏറ്റെടുക്കാനിടയായി? ആഡംബരങ്ങളുടെ ആർഭാടങ്ങളുടെ ധാടിമോടിയിൽ ദൈവത്തെ നിഷേധിച്ച് ദൈവത്തിന് മുൻപാകെ ധാക്ഷ്യത്തോടെ നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ, വേണ്ടും പോലെ ആരാധിക്കാൻ, വേണ്ടും പോലെ വചനം വായിക്കാൻ, വേണ്ടും പോലെ ആരാധന സംബന്ധിക്കുവാൻ, ആത്മീകാര്യങ്ങളിൽ വേണ്ടും പോലെ ഇടപെടുവാൻ മനസ്സില്ലാതെ ഒരുമാതിരി ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരു പുതിയ തലമുറ. ഡോളറും യൂറോയും റിയാലും ദിർഹവും ദറംസും ഇന്ത്യൻ റുപ്പീസും പിന്നെ ഭൂമിയുടെ തീരാധാരം സ്വന്തം തണ്ടപ്പേരിൽ എഴുതി കിട്ടിയതിന്റെ മുഷ്കുമെല്ലാം കൂടെ ഉള്ളപ്പോൾ എന്തിനാ ഒരു ദൈവം, എന്തിനാ ദേവൻ, എന്തിനാ പള്ളി, എന്തിനാ പട്ടം, എന്തിനാ പാസ്റ്റർ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയുടെ കാലത്തിൽ നമ്മളോട് പറയുക, നീ വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2:10 ഞാൻ വിടുന്നു. അടുത്ത പുതിയ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയ നിയമത്തിന്റെ പ്രയോഗം എന്താണെന്നറിയാമോ? പുതിയ നിയമം അല്പം കൂടെ തീഷ്ണമായിട്ടാണ് പറയുക. ക്രാന്തദർശനമായിട്ട് പുതിയ നിയമ തലമുറയെ സ്കാൻ ചെയ്യുന്നത്. ഇന്നത്തെ തലമുറയെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പുതിയ നിയമ എഴുത്തുകാരിലൂടെ വ്യക്തമാക്കുന്നു വർത്തമാനകാല സ്ഥിതി. വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാമത് വാക്യം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. മതി. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറ. ഈ തലമുറ എന്നൊക്കെ വിരൽ ചൂണ്ടുന്ന ആരുടെ നേരെയാണെന്നറിയാമോ? നമ്മുടെ നേരെയാ. മറക്കരുത്. അപ്പൊ ആദ്യം വായിച്ച തലമുറ എങ്ങനെയുള്ള തലമുറയാണ്? പിതാക്കന്മാരുടെ ദൈവത്തെ അറിയാത്തതും വേണ്ടാത്തതുമായ തലമുറ. പുതിയ നിയമം പറയുകയാണ്, ഏത് തലമുറ? വ്യഭിചാരമുള്ള പാപമുള്ള തലമുറ. മനസ്സിലായി? കുത്തരിഞ്ഞ ലൈംഗികതയും ആഭാസത്തരങ്ങളും വൃത്തികേടുകളും കൊണ്ട് നിറഞ്ഞ ഒരു തലമുറ. ജഡശരീരത്തിന്റെ അവയവ വ്യവസ്ഥിതികൾ വാഴുന്ന പാപരാഗങ്ങൾ, നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി വാട്സാപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്റർ അടക്കമുള്ള സകല സോഷ്യൽ മീഡിയാസ് തിന്മയാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനകത്ത് തിന്മയുടെ ഒരു പ്രളയമുണ്ട്. അത് മാത്രം കണ്ടും കെട്ടും തൊട്ടും അറിഞ്ഞും രുചിച്ചും കഴിച്ചും കുടിച്ചും ഉടുത്തും പോകുന്ന ഒരു തലമുറ. മനസ്സിലായില്ലേ? അതാണ് വ്യഭിചാരവും പാപവും ഉള്ള
ഉള്ള തലമുറ. പപ്പയെ വേണ്ട, മമ്മിയെ വേണ്ട, ഉത്തരവാദിത്തപ്പെട്ടവരാരും വേണ്ട, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു തലമുറയെ മർക്കോസ് എന്ന സുവിശേഷകൻ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയാ. അതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഇവിടെയാണ് നമ്മോട് പറയുന്നത്, നീ വിശുദ്ധിയിൽ തികഞ്ഞേക്കും, ഈ ദോഷം നമ്മെ ബാധിക്കരുത്. പഠനത്തിന് വേണ്ടിയാകാം ഇവിടെ വന്നത്, അതല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയാകാം, അതല്ലെങ്കിൽ ഉപജീവനത്തിന്റെ വഴി തേടി വന്നതാകാം. ഏത് വഴിത്താരയിലാണോ ദൈവം ഇവിടെ കൊണ്ടിറക്കിയത്, 8:38 നമ്മെ ബാധിക്കാതിരിക്കേണ്ടതിന് നമുക്കുള്ള പ്രബോധനമാണ് വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വാക്യങ്ങൾ പിന്നെയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിവരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പ്രബുദ്ധ മനസ്സുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്, കാര്യങ്ങളുടെ ആഴം ഗ്രഹിക്കുവാൻ കരുത്തുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് അധികം വിവരിക്കേണ്ടതില്ല. മൂന്നാമതൊരു വാക്യം ഞാൻ തരാം. അപ്പോസ്തലപ്രവൃത്തി 2:40 വാക്യം. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു പ്രസംഗമാണത്. ആ പ്രസംഗത്തിന്റെ അവസാന കൺക്ലൂഷൻ വാക്യം തന്നെ പറയുക, മറ്റു പല വാക്കുകളാലും ശ്രദ്ധിക്കണം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്തോ ചെയ്യണം? രക്ഷിക്കപ്പെടും. അപ്പൊ ഈ തലമുറ ഏതാന്നാ പറഞ്ഞു? വക്രതയുള്ള തലമുറ. നിങ്ങൾ കുറിക്കുന്നുണ്ടോ വാക്യങ്ങൾ? ഓക്കെ, ഓർത്തുകൊള്ളണം ഈ വാക്യങ്ങൾ. ഈ തലമുറയെ മൂന്നാമത്തെ പ്രത്യേകതയെ പറയുന്നത് എന്തോ ഉള്ള തലമുറ? വക്രതയുള്ള തലമുറ. വക്രത എന്നതിന്റെ മലയാള പ്രയോഗം വളഞ്ഞത്, നേരല്ലാത്തത്, ചൊവ്വല്ലാത്തത് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ തീഷ്ണമായൊരു അർത്ഥമുണ്ട്. വക്രത. വക്രത എന്ന പദത്തെ മാത്രം ആസ്പദീകരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ അതിനെ വിശദീകരിക്കാൻ നേരമില്ല. ഒരുപക്ഷെ നിങ്ങൾ ആ സന്ദേശം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കോലിയാസിസ് എന്നൊരു പ്രയോഗമുണ്ട്. സ്കോലിയാസിസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരുന്നോണം. ഗ്രീക്ക് പ്രയോഗമാണ് സ്കോലിയാസിസ് എന്ന് പറഞ്ഞാൽ പ്രയോജനമായി പോയത്, അശുദ്ധമായി പോയത്. അശുദ്ധമായതിന് പിന്നെ നമുക്ക് വിശുദ്ധമാക്കാം. പക്ഷെ ഇത് ശുദ്ധീകരിക്കാൻ ആവാത്ത വിധം അശുദ്ധമായി പോയത്, നിവർക്കാനാവാത്ത വിധം വളഞ്ഞു പോയത്, അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. ആ അർത്ഥമാണ് വക്രത. അങ്ങനെ ഒരു തലമുറയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. കുരുങ്ങിപ്പോയി പലവിധ കുരുക്കുകൾക്കകത്ത്. അതിനകത്തൊന്നും അഴിച്ചെടുക്കുവാൻ നിർവാഹമില്ല. ഒരു കുരുക്ക് അഴിക്കുമ്പോൾ വേറൊരു കുരുക്ക് മുറുകുകയാണ്. നമ്മുടെ മലയാളത്തിൽ നാട്ടിലൊക്കെ വരുമ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പച്ചമാരും ഒക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്, കൂനാമ്പുരുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആസ്ട്രേലിയയിൽ അതൊക്കെ ഒരു പുരാവസ്ഥ പോലെ ആയിരിക്കും ഒരു പക്ഷേ. കൂനാമ്പുരുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഴിച്ച് നേരെയാക്കാൻ പറ്റില്ല. അഴിക്കുന്തോറും കടുങ്കട്ട് വീഴാൻ നമുക്ക് കേട്ടില്ലേ? അതാണ് സംഭവം. അതിനെയാണ് ഈ സ്കോലിയാസിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യുവചേതന മുഴുവനും, അല്ല പ്രായം കൂടിയവരും പോലും കടക്കണിയിൽ പെട്ടുപോയവർ, വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങൾ, രഹസ്യ പാപങ്ങളിൽ പെട്ടുപോയവർ. ആത്മീയതയുടെ കോട്ടുണ്ട്, ആത്മീയതയുടെ ചലനമുണ്ട്, വേദപുസ്തകമുണ്ട്, സിയോൻ ഗീതാവലിയുണ്ട്, നെഞ്ചകത്തിനകത്ത് വാക്യങ്ങൾ ഒത്തിരിയുണ്ട്, പാട്ടുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ അവസരത്തിന്റെ ആനുകൂല്യം ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തി പോകുന്നു. ആ കുഴി കഴിക്കാൻ പറ്റുന്നില്ല, അത് രക്ഷപ്പെടാൻ പറ്റില്ല, ആ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ വാട്സപ്പ് ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ആരുമില്ലാത്ത ഒരു നേരത്ത് വീണ്ടും വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടേ പറ്റുകയുള്ളൂ. അതാണ് ഈ വക്രതയുള്ള തലമുറ. അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മോട് പറയുക, വിശുദ്ധിയിൽ തികഞ്ഞേ പറ്റില്ല. അതാണ് നാലാമത്തെ വാക്യം. മറക്കരുത്. അഞ്ചാമതൊരു വാക്യം ഞാൻ തരട്ടെ. എഫെസ്യ ലേഖനം 5:16 വാക്യം. എഫെസ്യ ലേഖനം 5:16 വർത്തമാനകാലത്തിന്റെ ഒരു സ്കാനിംഗ് റിപ്പോർട്ടാണത്. വായിച്ചേ 5:16. ഇത് ഏത് കാലമാണ്? സ്വാതന്ത്ര്യത്തിന്റെ കാലമാണെന്നോ, ശാസ്ത്ര സാങ്കേതിക മികവുകളുടെ നെറുകയിൽ നിൽക്കുന്ന കാലമാണെന്നോ? മംഗൾയാൻ പറത്തിവിട്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ ആയിരുന്നു, നിങ്ങൾ അറിഞ്ഞോ? ഇന്ത്യ മംഗൾയാനെ വിട്ടതൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ഓക്കെ, മംഗൾയാൻ അതിന്റെ ഭ്രമണപഥത്തിൽ, ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ നന്നായി കറങ്ങുന്നുണ്ട്. അടുത്ത കാലത്ത് എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒത്തിരി പുരോഗമന പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക തലത്തിൽ നമുക്ക് ഉന്നതമായി പറയാനായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇൻകുലാബ് കൊണ്ട് ഒട്ടനവധി അവകാശ സമരങ്ങൾ നേടിയെടുത്ത ഒരു കാലഘട്ടം. രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗംഭീരമാണ് എല്ലാ രാജ്യങ്ങൾക്കും. ജനാധിപത്യ ഭരണ വ്യവസ്ഥയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വചനം പറയുന്ന ഒരു കാര്യം, ഇത് ദുഷ്കാലമാണ്. ഉപദേശവർഗത്തിന് മാത്രമേ ഇത് പറയാൻ തരേണ്ടതുള്ളൂ. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തെ കുറിച്ച് വമ്പൻ കാര്യങ്ങൾ അക്കപ്പെട്ട് ഓരോരുത്തരും നിരത്തുമ്പോൾ വചനം നമ്മോട് പറയുന്നു, കുഞ്ഞെ അതൊക്കെ കേട്ട് നീ പരിഭ്രമിച്ചു പോകരുത്, ഇത് ദുഷ്കാലമാണ്. ദുഷ്ടതയുടെ ആധിക്യം കവിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തോ ചെയ്തോണം? നാം വിശുദ്ധിയിൽ എന്തോ ചെയ്തോണം? തികഞ്ഞുകൊള്ളണം. ഇവിടെ ഒരു പ്രയോഗം കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം സമയം എന്തോ ചെയ്യണം? പക്കത്തിൽ. സമയം എന്ന് പറയുന്നത് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെയോ ചുവരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിന്റെയോ സമയമല്ല, ആയുസിന്റെ സമയമാണ്. ആയുസിന്റെ ദിനങ്ങളാണ്.
പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ, ഓരോ ദിവസവും ഉദിക്കുമ്പോൾ ഓർത്തോണം, നാം നിത്യ വീടിനോട് ഒരു പടി കൂടി അടുക്കുകയാണ്. നമ്മുടെ ആയുസ് ഇവിടെ കുറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആയുസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ രക്തസമ്മർദ്ദം കൂടും ചിലർക്ക്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു 10-25,000 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു പുള്ളിക്ക്. 25,000 തികച്ചില്ല, ഏതാണ്ട് 23,000 ചില്ലറ ദിവസങ്ങളേ ഉള്ളൂ. അതിൽ ഉറങ്ങിപ്പോയത്, പനി പിടിച്ച് കിടന്നതും, കുഞ്ഞുങ്ങളിയായിട്ട് നടന്ന കാലവും, പിന്നെ വെറുതെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്ന കാലം എല്ലാം കൂടെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ദിവസം ഉണ്ടെന്നൊക്കെ ഉള്ളത് കൂട്ടിക്കുണിച്ച് കനിച്ചെടുത്താൽ അറ്റാക്ക് വന്നു പോകും നമുക്ക്. ഇനി ഇത്ര ദിവസമേ ബാക്കി ഉള്ളെന്ന് വരുമ്പോ മനസ്സിലായില്ലേ? 80 വയസ്സ് വരെ ജീവിക്കുന്നത് ഏറിയാൽ എത്രയാന്നാ? അപ്പൊ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ദിവസങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുമ്പോൾ ഇതുവരെ എത്ര ദിവസം കഴിഞ്ഞുപോയി, ഇനി എത്ര ബാക്കിയുണ്ടെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നിപ്പോകാം. ഞാൻ ആ പേടിയിലേക്കും ഭയത്തിലേക്കും ഒന്നും നിങ്ങളെ കൊണ്ടുവരുന്നില്ല. ഇവിടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ആയുസ്സിന്റെ ദിനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ആയുസ്സിന്റെ ദിനങ്ങളെ ഓർത്ത് പരിതപിച്ചിരിക്കാനല്ല, ഇനിയുള്ള ദിവസങ്ങളെ കർമ്മോന്മുഖമാക്കി മാറ്റുവാൻ, കാര്യക്ഷമതയുള്ളതാക്കി മാറ്റുവാൻ, ദൈവവുമായി ചേർത്ത് കർത്താവുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുവാനുള്ള പ്രബോധനമാണ് എഫെസ്യ ലേഖനം നമുക്ക് നൽകി തരുന്നത്. വാക്യം വേറൊന്നുകൂടെ ഞാൻ തരട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന മറ്റൊരു ശ്രേഷ്ഠമേറിയ വാക്യം, അത് വളരെ പ്രാവചനികമായ നിലയിൽ വിവരിക്കപ്പെടേണ്ട ഒരു വാക്യമാണ്. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം. 1 യോഹന്നാൻ 2-ന്റെ 18-ാമത് വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്. വിശുദ്ധിയിൽ തികഞ്ഞവരാകണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം മറ്റൊന്നു കൂടിയാണ്. ഇത് ഏത് നാഴികയാ? അന്ത്യനാഴിക. നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അന്ത്യകാലം അന്ത്യകാലം അന്ത്യകാലം. പറഞ്ഞു ശീലിച്ചു പോയി നമ്മളത്. ഇത് അന്ത്യകാലമാണെന്ന് പറയാറുണ്ട്. പാട്ടുകളും അങ്ങനെ ഒത്തിരിയുണ്ട്. പക്ഷെ ഇത് അന്ത്യകാലം എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണെന്നാണ് എന്റെ പക്ഷം. എന്റെ അന്വേഷണത്തിൽ, എന്റെ വീക്ഷണത്തിൽ ഇത് 2019 നിൽക്കുന്ന നമ്മൾ അന്ത്യകാലമാണെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം അന്ത്യകാലം എന്ന പ്രയോഗം ആദ്യം ഉപയോഗിക്കുന്നത് പത്രോസാണ്. അറിയാമോ? സെഗോൻ മാളിക മുറിയിൽ പർദ്ദരും എന്തേലും കപ്പതൂക്കിനാസിയിലും ബഥുനിയിലും ഫ്രോഗയിലും ഏഷ്യയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന നിരവധി ആളുകൾ പെന്തക്കോസ്തന്റെ ആരാധനയുടെ ശബ്ദഘോഷം കേട്ട് ഓടിക്കൂടിയ അനുഭവം ഓർമ്മ വരുന്നുണ്ടല്ലോ. പുസ്തകപ്പെടുത്തി 2-ാം അധ്യായം. എല്ലാവരും കൂടി ഓടിക്കൂടി വാതിലും ജനലും എല്ലാം കൂടി എത്തിക്കുത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരത്ത് അവരുടെ മുഖത്ത് വിരിഞ്ഞ സമ്മിശ്ര വികാര ഭാവഭേദങ്ങൾ കണ്ടുകൊണ്ട് പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് അവരുടെ മുഖത്തെ ആ സംശയങ്ങളും ചോദ്യചിഹ്നങ്ങളും ആത്മാവിൽ മനസ്സിലാക്കിയിട്ട് പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മദ്യപിച്ച് മതോന്മത്തരായവരല്ല. പിന്നെ അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവചിച്ച പ്രവചനത്തിന്റെ എന്തുവാണ്? നിവർത്തിയാണിത്. യോവേൽ പ്രവചിച്ചു വന്ന പ്രവചനം അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും എന്തോ ചെയ്യും. അപ്പൊ ആ പ്രവചനത്തിന്റെ നിവർത്തിയാണ് അന്ന് അവിടെ ഉണ്ടായതെങ്കിൽ അന്ത്യകാലം എന്നാരംഭിച്ചു? സെഗോൻ മാളിക മുറിയിൽ ആരംഭിച്ചു. 2019 എത്തിക്കും നമ്മൾ പറയാം എപ്പോഴും അന്ത്യകാലമാണ്. അതുകൊണ്ട് യോഹന്നാൻ നമുക്ക് പറയാൻ പറ്റിയൊരു പ്രയോഗം തരിക തന്റെ ലേഖനത്തിൽ. AD 93 ശേഷമാണ് യോഹന്നാന്റെ ലേഖനം, യോഹന്യ കൃതികളെല്ലാം എഴുതുന്നത്. പത്രോസ് പറയുന്ന പ്രസംഗം അതിനകത്തൊരു വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ യോഹന്നാൻ പറയുന്ന ആ പ്രയോഗം വളരെ ചിന്തനീയമാണ്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമല്ല, പിന്നെ എന്തുവാണ്? അന്ത്യനാഴിക എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിന്റെയും അന്ത്യ പീരീഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി പരീക്ഷിച്ച് കളയാൻ കാലമില്ല. അതുകൊണ്ട് അവിശുദ്ധിയിൽ തികഞ്ഞവരാകണമെന്ന് പറയുന്നത്. അന്ത്യ പീരീഡ് എന്ന് പറയുന്ന അന്ത്യനാഴിക എന്ന് പറയുന്നത് എത്രപേർക്ക് മനസ്സിലായി? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ സ്കൂൾ ദിനത്തിൽ എത്ര പീരീഡ് ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? 7 പീരീഡ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? 7 പീരീഡിൽ ഏത് പീരീഡാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയാമോ? അറിയാം, 7-ാം പീരീഡ്. കൂട്ടമണി കേൾക്കുന്ന 7-ാം പീരീഡ്. ആ പീരീഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 7-ാം പീരീഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. രാമൻ പിയൂൺ കൊട്ടുപടി എടുത്ത് ടിങ് 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 അടിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും ഓർമ്മയിലുണ്ടല്ലോ അത്, അല്ലേ? സ്കൂബിയുടെ വായു ഒന്നും ഇല്ലല്ലോ അന്ന്, ഉണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാ സ്കൂബിയുടെ വായു. അന്ന് നമ്മുടെ പുസ്തകം എല്ലാം കൂടെ അടുക്കി വെച്ച് കറുത്ത അവർ വലിച്ചം കൊണ്ടിട്ട് ചോറ്റുപാത്രം അതിന് ഇടയ്ക്കോട്ട് കയറ്റി വെച്ച് എടുക്കൊണ്ട് ഓട്ടം ഓടുന്നൊക്കെ ഓർമ്മയുണ്ടോ? ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച നമുക്ക് വാലവാലി ഇറങ്ങണമെന്നും നിയമമൊന്നുമില്ല. അവസാനം പാടുന്ന ദേശീയ ഗാനത്തിന്റെ ജനഗണമനയതി നായക ജയ എന്നുള്ളതിന് അവസാനം ജയ ഹേ ജയ ഹേ ജയ ഹേ എന്നുണ്ട്. മാങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ജയ ഹേ ക്ലാസ് മുറിക്കകത്തും, ഒരു ജയ ഹേ വരാന്തയിലും, അടുത്ത ജയ ഹേ എന്നുള്ള ഇടവഴികൾ ഓടിയാ പാടിക്കൊണ്ടിരിക്കുക. എന്തിനാ ഈ ധൃതി വെച്ച് എന്തിനാ ഈ ഓടുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തിനാ ഓടുന്നത്. കൂട്ടമണി കേട്ടത് വീട്ടിൽ പോകാനാണെന്നറിയാം. ഈ 7 പീരീഡിന്റെ സമ്മർദ്ദമെല്ലാം അവസാനിപ്പിച്ച് എവിടെ കയറാനാ? വീട്ടിൽ കയറാൻ. ദൈവസഭയുടെ ആവൽ ഇത് തന്നെയാണ്. പ്രതിസന്ധി വിട്ട് വീട്ടിൽ കയറണം.
നമ്മൾ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് അന്ത്യകാലമല്ല, പിന്നേതാ. വിശ്വസിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായും പ്രിയരേ, നമ്മൾ വിശുദ്ധരായ പോലെ പിന്നെ എന്തോ ആകണം? വിശുദ്ധിയിൽ തികഞ്ഞവരായി പറ്റൂ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധിയിൽ തികഞ്ഞവരായി? ഒന്നാമത്തെ കുറിപ്പ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കട്ടെ. ഇത്രയും വാക്യങ്ങളുടെ അകമ്പടി ഉള്ളതുകൊണ്ട് നാം വിശുദ്ധരായ പോലെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ മുഴുവനും, രാത്രികളിലും പകലുകളിലും ഇടവഴിയിലും പെരുവഴിയിലും, ജീവിത പങ്കാളിയോടുകൂടെയാണോ, ജീവിത പങ്കാളിയിൽ നിന്ന് അകലെയാണോ, വിവാഹിതാവസ്ഥയിലാണോ, അവിവാഹിതാവസ്ഥയിലാണോ, ഈ വാക്യങ്ങൾ മണിമുഴക്കം പോലെ ഹൃദയത്തിലുണ്ടാകണം. ഞാൻ വിശുദ്ധിയിൽ തികഞ്ഞേ പറ്റുകയും. മണ്ഡലങ്ങളിലും അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ വരട്ടെ. വിഷയാടിസ്ഥാനത്തിൽ ക്രമമായി കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അവയെ ഏറ്റെടുത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത വിശുദ്ധീകരണം അഥവാ വിശുദ്ധിയുടെ തികവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ അതിന്റെ യഥാർത്ഥമായ അർത്ഥം? വിശുദ്ധിയുടെ തികവ് എന്നതിന്റെ അർത്ഥതലമാണ് ഇനി നാം ചിന്തിക്കുന്നത്. സന്തോഷമാണോ പഠിക്കാൻ? വിശുദ്ധി എന്ന് പറയുന്നത് വസ്ത്രധാരണത്തിനാണോ വെളിപ്പെടേണ്ടത്? വിശുദ്ധി എന്ന് പറയുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്നതിലൂടെയാണോ വെളിപ്പെടേണ്ടത്? വിശുദ്ധി എന്ന് പറയുന്നത് ആരോടും മിണ്ടാവൃതം അനുഷ്ഠിക്കുന്നതിലൂടെയാണോ വെളിപ്പെടേണ്ടത്? അതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിശുദ്ധീകരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? വിശുദ്ധീകരണം എന്താ? കുറെ വാക്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ? കുറെ പാട്ടുകൾ മനഃപ്പാഠമായി അകത്തുള്ളതാണോ? കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച വരെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു, അത്രയും ബാല്യവാന്മാർ മാതാപിതാക്കന്മാർ മരണം വഴിയായി പോയി, ഞാൻ ഈ വഴിയായി വന്നു, സ്ഥിരം പറയുന്ന സാക്ഷിയുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? അങ്ങനെ സ്ഥിരം സാക്ഷി പറയുന്നതും ഒരു വാക്യമെടുത്ത് പ്രസംഗിക്കുന്നതും ഒക്കെയാണോ വിശുദ്ധിയുടെ അർത്ഥം എന്ന് പറയുന്നത്? വിശുദ്ധിയെ കുറിച്ച് അങ്ങനെയാണോ നമുക്ക് നിർവചിക്കാൻ പറ്റുക? അല്ലല്ല. വിശുദ്ധി അതിന്റെ അർത്ഥതലം എന്താ? കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, യുവാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആൺമക്കളുടെ പിതാവാണ്. എന്റെ മൂത്ത മകൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ IPC ഓതർ ബൈബിൾ സെമിനാരിയിൽ BD കോഴ്സ് ഒരു വർഷം പൂർത്തിയാക്കി അവധിക്ക് വീട്ടിലുണ്ട്. ഇളയ മകൻ +2 കഴിഞ്ഞു, IELTS ചെയ്യുന്നു. ഇപ്പം രണ്ടാൺമക്കളുടെ പിതാവാണെന്നുള്ളത് കൊണ്ട് ആ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ കാണുമ്പോൾ, അതിന് താഴോട്ടുള്ളവരെയും അതിന് മുകളിലോട്ടുള്ളവരെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ഇവരെ പിടിച്ചെടുത്ത് എന്റെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അതൊരു ഒരു പിതൃഹൃദയത്തിന്റെ ദാഹം എന്നതുപോലെ നിങ്ങൾ കരുതിക്കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങളൊരു വലിയേട്ടനെ പോലെ, നിങ്ങളൊരു ഒരു കുഞ്ഞനുജനെ പോലെയുള്ള ആ ഒരു സ്നേഹത്തിനും ആ ഒരു ആഴത്തിനും ഈ ചിന്തകളെ ഏറ്റെടുത്തുകൊള്ളണം. വിശുദ്ധി എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ പറ്റുന്നതിനേക്കാൾ അധികമായി വിശുദ്ധീകരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അർത്ഥതലം അറിയണം. ഞാൻ 3 പ്രധാനമായ ഡയലോഗുകൾ പറയാം. അത് ഒരുമിച്ച് സമന്വയിച്ചാൽ നാം വിശുദ്ധരാണെന്ന് പറയാം, വിശുദ്ധിയിൽ തികഞ്ഞവരാണെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ കേട്ടുകൊള്ളും. ആരാണ് വിശുദ്ധീകരണത്തിൽ നിൽക്കുന്നത്? എന്താണ് വിശുദ്ധീകരണം? ഒന്നാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത് to be set apart to God only എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ദൈവത്തിനു വേണ്ടി മാത്രമായി എന്ത് ചെയ്യണം? വേർതിരിക്കപ്പെട്ട അവസ്ഥയ്ക്കാണ് എന്തോ പറയാവുന്നത് വിശുദ്ധീകരണം. To be set apart to God only. വേറെ ഒന്നിനും വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടിയല്ല, സാത്താന് വേണ്ടിയല്ല, ജനസംഘ ശക്തിക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല, മതത്തിന് വേണ്ടിയല്ല, വേറെ ഒന്നിനും വേണ്ടിയല്ല, മറ്റൊരു സ്വകാര്യതയ്ക്കും വേണ്ടിയല്ല. ഞാൻ എന്നെ മൊത്തത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ എന്റെ അന്തരംഗം, എന്റെ ഭാഗ്യമണ്ഡലം മുഴുവനും ആർക്കു വേണ്ടി മാത്രം? എത്ര പേർക്ക് സ്വതന്ത്രം പറയുന്നു? എന്റെ രാത്രികളെ, എന്റെ പകലുകളെ, എന്റെ ദാമ്പത്യത്തെ, എന്റെ സാമ്പത്തികത്തെ, എന്റെ ബിസിനസിനെ, എന്റെ വിദ്യാഭ്യാസത്തെ, എന്റെ ബന്ധങ്ങളെ, എന്റെ സ്വന്തങ്ങളെ എല്ലാം ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി. To be set apart to God only. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെടുക. എല്ലാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അശുദ്ധിയുമായി നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള സോഷ്യൽ ഇടപാടുകൾ മുഴുവനും ആർക്ക് വേണ്ടി വേർതിരിക്കപ്പെടണം? ദൈവത്തിന് വേണ്ടി മാത്രമായി. നമ്മുടെ സാമ്പത്തികം മുഴുവൻ ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. To be set apart to God only. ദൈവത്തിന് വേണ്ടി മാത്രം. നിങ്ങളെയോ പഴയ ശുശ്രൂഷ ബന്ധങ്ങളായി ലേവി പുരോഹിതന്മാരുടെ നെറ്റിയിൽ ഒരു തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി മുദ്രക്കൊത്തായി എഴുതിയിരുന്ന ഒരു വാചകമുണ്ട്. ആർക്ക് പറയാൻ പറ്റും? യഹോവയ്ക്ക് വിശുദ്ധം. Holy unto God. കവലെ പോയാലും മാർക്കറ്റിൽ പോയാലും ഷോപ്പിംഗ് മാളിൽ പോയാലും പുരോഹിതൻ ഇതും കൊണ്ട് പോകണം. ഏതും കൊണ്ട്? ഈ നെറ്റിപ്പട്ടം കൊണ്ട് പോകണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്. അത് ചുമ്മാ സ്കെച്ച് പേനയും കൊണ്ട് എഴുതിയിരിക്കുന്നതല്ല, പെയിന്റ് കൊണ്ട് എഴുതിയിരിക്കുന്നതല്ല.
അത് തനി തങ്കം കൊണ്ടുള്ള ഒരു പട്ടയാണ്. അതിനകത്ത് മുദ്രക്കൊത്തായി എഴുതിയിരിക്കുകയാണ് ഹൗളി അൺടു ഗോഡ്. ഇതും കൊണ്ട് വേണം പോകാൻ. അപ്പം അവൻ നെറ്റിൽ ഇത് വഹിക്കുമ്പോൾ കാണുന്ന മുഴുവൻ ആളുകളും ഒരു കാര്യം മനസ്സിലാക്കും, ആർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ? യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ. ഈ നെറ്റിപ്പട്ടത്തിന് വിരുദ്ധമായ ഒരു നടപടിയിലും അവൻ ഏർപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വചനം വിശ്വസിക്കാത്തതും ദൈവം ആഗ്രഹിക്കാത്ത ഊടുവഴികൾ, പെരുവഴികളുടെ വഴികളിലൊന്നും ഒരിടത്തിലും ഒരു കവലയിലും മറ്റൊരു ഇടത്തും ഇവൻ ഈ വഹിക്കുന്ന നെറ്റിപ്പട്ടത്തിന് അയോഗ്യമായി ഒരിടത്തും അവനെ കാണാൻ പാടില്ല. ദൈവത്തിന് വേർതിരിക്കപ്പെട്ടതാണ്. ഞാൻ പറയട്ടെ, വടിവത്തെ അക്ഷരത്തിൽ അങ്ങനെ ഒരു മുദ്രക്കൊത്തായി എഴുതിയിരിക്കുന്ന ഒരു ലിഖിതം നമ്മുടെ നെറ്റിയിലോ നെഞ്ചകത്തോ ഇല്ലെങ്കിലും ലോകത്തിന് വായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ കഴിയുന്നതാണ് യഹോവയ്ക്ക് വിശുദ്ധമായത്, ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത്. ആഗ്രഹിക്കുന്നു ഈ ഭൂഖണ്ഡത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ട് വന്നത് ആഹ്ലാദത്തിന്റെ നിറയിൽ വിരാജിക്കാൻ മാത്രമല്ല, അതിനപ്പുറം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാൻ. ഈ കൺവെൻഷൻ അതിന്റെ സമർപ്പണത്തിലേക്ക് നമ്മെ കൊണ്ടുവരാനിടയാകട്ടെ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ ദൈവത്തിന് വേണം. ദൈവത്തിന് വേണ്ടി കീശയിൽ കാശുള്ളവരെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. എന്തെങ്കിലും മനുഷ്യർ സാധാരണമായി കഴിവുകളുള്ളവരെ അല്ല, എന്തെങ്കിലുമൊക്കെ പ്രാവീണ്യമുള്ളവരെ അല്ല. അവരെയൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരെക്കാൾ എല്ലാം ഉപരി ദൈവത്തിനും വേണ്ടുന്നത് തനിക്ക് വേണ്ടി വിശുദ്ധമായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെയാണ്. അത് ആണെന്നോ പെണ്ണെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. വിശുദ്ധിയിൽ തികഞ്ഞ ചിലരെ ദൈവത്തിന് വേണം. ബാലേഹുദയിൽ നിന്ന് പെട്ടകം കൊണ്ടുവരേണ്ടതിന് വേണ്ടി ദാവീദ് തെരഞ്ഞെടുത്തത് ബിരുദന്മാരെയാണ്. ശൗലിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയ പെട്ടകത്തെ നാട്ടിൽ കൊണ്ടുവരേണ്ടതിന് ദാവീദ് ഒരു തീരുമാനമെടുത്തപ്പോ വായിക്കുന്നു ഇങ്ങനെ, അവൻ 30,000 ബിരുദന്മാരെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാണ് ഇന്നും ആത്മീയ ലോകത്തിൽ നടക്കുമ്പോൾ. ദൈവം തെരഞ്ഞെടുക്കുന്നത് ബിരുദന്മാരെയല്ല, വിശുദ്ധന്മാരെയാണ്. നമുക്ക് ബിരുദ് പറയാൻ പലതുമുണ്ട്. നമ്മുടെ ബയോഡേറ്റാസ് കൊണ്ട് എഴുതിയ ബിരുദ് കാണിക്കാൻ പലതുമുണ്ട്. നമ്മുടെ ഡിഗ്രിയും നമ്മൾ പഠിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളത് പലതും നമ്മുടെ ബിരുദായി കാണിക്കാം. ബിസിനസ്സിലും മറ്റു ചില മേഖലകളിലൊക്കെ നമുക്ക് ബിരുദ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നമുക്ക് ബിരുദ് പലതുമുണ്ട്. പക്ഷേ ആ ബിരുദല്ല ദൈവത്തിന് വേണ്ടുന്നത്, വിശുദ്ധിയുടെ തികവാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്നതാണ്. പലരും കയ്യാളി പെരുവഴിയിലായി പോയ പലതിനെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് രക്ഷിസ്ഥാനത്തെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉന്നതമായ തൊഴിലിൽ ദൈവമാക്കിയിട്ടുണ്ട്, നല്ല ശമ്പളത്തിലും നല്ല ജീവിത സൗകര്യത്തിലും ദൈവമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്ന ഒരു ജീവിതമാകരുത്. ചിലർ തള്ളിക്കളഞ്ഞതും ചിലർ ഇട്ടിട്ട് പോയതുമായ ചില ശുശ്രൂഷകളെ നിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ശുശ്രൂഷയുമായി മുൻപോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുമ്പോ കർത്താവേ, ഞാൻ അതിനായി എന്നെ ഇതാ സമർപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക, അതാണ് വിശുദ്ധിയുടെ ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് വേണ്ടി to be set apart to God only. മറന്നു പോകല്ലേ ജീവിതത്തിന്റെ വഴിത്താരകൾ. ഞാൻ ആർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ? രണ്ടാമത്തെ ഡയലോഗ്. അതിനു മുമ്പ് ഞാനൊരു ചിന്ത പറയട്ടെ. ഒന്നിനെയും രണ്ടിനെയും കൂടെ തമ്മിൽ ക്ലബ് ചെയ്യുന്നതിന് മുൻപ് ഇടയ്ക്കൊരു വാചകം പറയാം. രണ്ടാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്നതോടുകൂടെ ഒരാൾ എല്ലാത്തിനും പോകാനാകണമെന്നില്ല. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് പൊതുലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാത്ത അവസരങ്ങളിൽ വേണമെങ്കിലും എന്തോ ചെയ്യാം, ഇവക്ക് എന്തോ ചെയ്യാം, പാപം ചെയ്യാം. കാരണം പുരോഹിതൻ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് നടക്കുമ്പോഴും യഹസ്കേൽ മെസ്സിയാവും ഒക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, പുരോഹിതന്മാർ കണ്ടുപിടിച്ചു, പുരോഹിതന്മാര് വ്യാജമായി സംസാരിച്ചു, അനധികൃത സമ്പാദനം നടത്തി എന്നൊക്കെയുള്ള ഒട്ടനവധി ആക്ഷേപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്ന് വന്നാലും വിശുദ്ധിയുടെ തികവാകണമെന്നില്ല. അതിന് രണ്ടാമത്തെ ഒരു ഡയലോഗ് ഉണ്ട്, ടു ബി സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് എന്തോ ചെയ്യണം? അപ്പൊ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്തിൽ നിന്ന് വേർതിരിയണം? ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് എന്തോ ചെയ്യണം? വേർതിരിഞ്ഞാൽ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ എന്തോ ആകുന്നുള്ളൂ? വിശുദ്ധിയുടെ തികവ്. നമ്മുടെ വിഷയം മറന്നു പോകരുത്. വിഷയം എന്തോമാണ്? വിശുദ്ധിയുടെ തികവ്, വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്തിൽ നിന്നും കൂടെ വേർതിരിക്കപ്പെടണം? പാപപ്രവൃത്തിയിൽ നിന്ന് വേർതിരിക്കപ്പെടണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ജീവിത വഴിത്താരകളിൽ പാപം അതിന്റെ ശക്തിയോടുകൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവസരം പാർത്തു കഴിയുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം അവസരം കിട്ടിയിട്ട് എന്റെ ഉള്ളിൽ പാർക്കേണ്ടതിന്. മനസ്സിലായോ? അവസരം എന്നതിന് വേദപഠിതാക്കളോട് കൊടുത്തിരിക്കുന്ന വിവരണം സൈനിക താവളം ഉണ്ടാക്കിയിട്ടെന്നാണ്.
മനസ്സിലായില്ലേ? സൈനിക താവളം. എന്റെ ഉള്ളിൽ ഒരു താവളം ഉണ്ടാക്കുന്നു. അറിയാമോ, സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെ അമേരിക്കക്ക് സൈനിക താവളമുണ്ട്. മനസ്സിലായില്ലേ? യുദ്ധത്തിന് വേണ്ടി അവരുടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒന്ന് പാർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് കയറിയതാ. പിന്നെ ഇതുവരെ എന്തോ ഇരുന്നില്ല. അവിടെ ഇത് തന്നെ അഭാവം ചെയ്യും. നമ്മുടെ ഉള്ളിൽ സൈനിക താവളം ഉണ്ടാക്കുക. വാടക എടുക്കാൻ ആദ്യം, അവസാനം അവൻ അവിടുത്തെ അധീശത്വമാകി മാറുകയും. ബ്രിട്ടീഷുകാർ പണ്ട് ഏലക്കലുക്ക്, കുരുമുളക്, ഈ ഗ്രാമ്പൂ അടക്കമുള്ള സംഗതികളെ മണം ഗ്രഹിച്ച് ഇവിടെ വന്നിട്ട് അവസാനം ഇവിടെ ഇറങ്ങിപ്പോകാതെ നിന്ന പോലെ പാപം ഇത് തന്നെയാ ചെയ്യുക. അവസരം കിട്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ചേക്കേറിയിട്ട് ഒടുവിൽ കാര്യക്കാരനായി മാറുന്നു. അതാ അവസരം എന്ന പ്രയോഗം. മനസ്സിലായില്ലേ? അപ്പൊ ഈ പാപത്തിൽ നിന്ന് നാം എന്തോ ചെയ്യണം? വേർതിരിയപ്പെടണം. പല ആത്മീകരെന്ന് അവകാശപ്പെടുന്ന ആളുകളും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും എന്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിട്ടില്ല? പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിട്ടില്ല. വചനവിരുദ്ധമായിരിക്കുന്ന നിലപാടുകളോട് തന്റെ ഇടത്തോടെ നെഞ്ചുറപ്പോടെ നിന്നുകൊണ്ട് നോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ആർജവത്വമാണ് വിശുദ്ധിയുടെ ദൈവം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നോ 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 എന്ന പദത്തിനുണ്ടല്ലോ ഭയങ്കര ആഴമേറിയ ഒരു അധികാരമുണ്ട്. ആരാധനയ്ക്ക് വരുന്നോ? നോ. ബൈബിൾ ക്ലാസ് വരുന്നോ? നോ. ആ നോയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? അതല്ല ഉദ്ദേശിച്ചത്. പാപത്തിന്റെ നിയോഗങ്ങൾ ശക്തമായി ജഡത്തിലേക്ക് ഇരമ്പി ആർത്ത് കയറുമ്പോൾ അതിനോട് എന്താ പറയണം? നോ പറയണം. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരാഴ്ച അമേരിക്കയിൽ ക്ലാസ് എടുത്ത ശേഷം അടുത്ത ഫ്ലൈറ്റ് അദ്ദേഹം UK-യിലേക്ക് പോകുന്നു. അവിടെ പിന്നെ ഒരാഴ്ച അവിടുന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ആംഗലേയ സാഹിത്യകാരനെ കുറിച്ച് വായിച്ചു നോക്കും. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഒത്തിരി പേര് ലോകത്തെമ്പാടും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അഗ്രഗണ്യനായ ഒരു പ്രൊഫസർ. അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ തന്നെ ആദരിക്കേണ്ടതിന് വേണ്ടി തന്റെ ആംഗലേയ സാഹിത്യത്തിന് വേണ്ടിയുള്ള തന്റെ സംഭാവനകൾക്ക് അനുസൃതമായ ആദരവ് കൊടുക്കാൻ ഒരു വലിയ കോൺഫറൻസ് സതാംപ്ടൺ തുറമുഖ പട്ടണത്തിൽ ക്രമീകരിച്ചു. ഒരു വലിയ ഓഡിറ്റോറിയം. അദ്ദേഹം ഈ ആംഗലേയ സാഹിത്യത്തെ കുറിച്ച് നന്നായി പ്രസംഗിച്ചു. ആംഗലേയ സാഹിത്യം ആഗോള വ്യാപകമായി ചെയ്തെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ വിജ്ഞാനപ്രദമായ പ്രസംഗം നടത്തി. യോഗം കഴിഞ്ഞ് അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ വളർന്നു നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിലെല്ലാം അദ്ദേഹം ഉത്തരം കൃത്യമായി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരു പത്രപ്രവർത്തകർ കുസൃതി ചോദ്യം ചോദിച്ചു. സർ, ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. അങ്ങോട്ട് ചോദിക്കാമെന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിച്ചു. ഒരു കുസൃതി ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, മുഖവരിയൊന്നും വേണ്ട, ചോദിച്ചാട്ടെ, അങ്ങോട്ട് ചോദ്യമല്ല. അദ്ദേഹം ചോദിച്ചതാണ്, സർ, ആംഗലേയ സാഹിത്യത്തിൽ 10 ലക്ഷത്തിലധികം വൊക്കാബുലറികൾ ആഗോള വ്യാപകമായി ഉപയോഗത്തിലുണ്ട്. ഇതിൽ താങ്കൾ ആംഗലേയ സാഹിത്യകാരൻ എന്ന നിലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യതാന്ന് പറയാം. 10 ലക്ഷം ഇംഗ്ലീഷ് വാക്കുകളിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യതാന്ന് പറയാം. ഇതെന്നാ ചോദ്യമാണെന്ന് മറ്റുള്ളവരെല്ലാം കൂടി ഇവന്റെ നേരെ ഒരുമാതിരി വല്ലാത്ത പരിഹാസത്തോടെ നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണോ കുസൃതി ചോദ്യം? ഇത് പ്രസക്തമായ ചോദ്യമല്ല. ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, 10 ലക്ഷം വാക്കുകളുണ്ട് എന്നുള്ള കണ്ടുപിടുത്തം ശരിയാണ്. ഞാനതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പദം, എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദം, അധികാരത്തോട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദമുണ്ട്. അതെന്താണെന്ന് കേൾക്കാൻ എല്ലാവരും ഇങ്ങനെ വീർപ്പടക്കി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ എന്ന പദമാണ്. അപ്പൊ ചോദ്യം എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. ചോദ്യം മറ്റേ പുള്ളിയുടെ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു, സർ, നോ എന്ന പദത്തിന് എന്താ ഇത്ര വലിയ പ്രസക്തി എന്ന് ചോദിച്ചാൽ നോ 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 എന്ന് പറഞ്ഞാൽ മതിയോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യകാരനാണെന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയൂ, ഒരു പ്രൊഫസറാണെന്ന് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയാത്തൊരു മുഖപ്പേരെ എനിക്കുണ്ട്. അതെന്താണ് സർ? വീണ്ടും ചോദ്യമായി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സിയോൻ സഞ്ചാരിയാണ്. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിത്യതയാണ്. എന്റെ റോൾ മോഡൽ ക്രൈസ്റ്റ് ജീസസ് ആണ്. യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സിയോൻ സഞ്ചാരി എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പദം നോ ആണ്. സർ, ഒന്നുകൂടെ വിശദീകരിക്കാമോ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുവിനെ പോലെ ആകാനും യേശുവിന്റെ രാജ്യത്തിൽ എത്തുവാനുമുള്ള അക്ഷീണ പ്രയത്നത്തിനിടയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല ആസക്തികളോടും നിയോഗങ്ങളോടും കാന്തിക ആകർഷണങ്ങളോടും എന്റെ ജഡത്തെ, എന്റെ ശരീരാവയവ വ്യവസ്ഥിതികളെ പിന്തിരിപ്പിക്കാൻ, യേശുവിനെ പോലെ ആകാനുള്ള എന്റെ ശ്രമത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളിലും രാത്രികളിലും പകലുകളിലും ഞാൻ അധികാരത്തോടെ പറയുന്നു, നോ നോ നോ. നോ എന്ന പദത്തിന്റെ പ്രസക്തി എത്ര പേർക്ക് മനസ്സിലായി? എത്ര പ്രാവശ്യം താങ്കൾക്ക് അത് പറയാൻ പറ്റിയിട്ടുണ്ട്? ആസക്തികളും ആവേഗങ്ങളും നിയോഗങ്ങളും കാന്തികമായ ആകർഷണങ്ങളും തിന്മതിയുവാൻ, വെട്ടിമാറ്റുവാൻ, അരുതരുതാത്തത് ചെയ്യുവാൻ, അരുതരുതാത്ത കോൾ ചെയ്യുവാൻ, അരുതരുതാത്ത വീഡിയോ കാണാൻ, അരുതരുതാത്തത് ഒക്കെ പോകാൻ നമുക്ക് നിർബന്ധം കിട്ടിയപ്പോൾ ആ വികാരത്തോട് വികാര
അസമാധാനത്തോട് വിക്ഷോഭത്തോട് നോ എന്ന് പറയാൻ പറ്റിയെങ്കിൽ അതിന്റെ അർത്ഥം താങ്കൾ വിശുദ്ധിയുടെ കുറിപ്പിലാണ്. അതല്ല, ചുറ്റുപാട് നോക്കി ആരുമില്ല, അവസരം അനുകൂലമാണെന്ന് ഒത്തുകിട്ടിയപ്പോൾ നോയ്ക്ക് പകരം യെസ് ആണ് പറഞ്ഞതെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് ഒരു മടക്കയാത്ര. ഈ സമ്പത്തെല്ലാം നീ എടുത്തോ എന്ന് രാജാക്കന്മാർ ഒരുമിച്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം പറഞ്ഞത് നോ, ഒരു ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട, അനധികൃതമായി ഒന്നും എനിക്ക് വേണ്ട, ഇതെല്ലാം നീ എടുത്തു. 13 പേര് ഒരുമിച്ച് നിന്നാൽ യേശു ആരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് നീ ഒരു ഉപകാരം ചെയ്യണം, ഒരു ചുംബനം കൊണ്ട് അവനെ കാണിച്ചു തരണം. 30 വെള്ളിക്കാശുണ്ട്. എന്തോ പറയണമായിരുന്നു യൂദ? ഏത് പദം പറയണമായിരുന്നു? നോ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് യെസ്. 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ചെറിയ തുകയൊന്നുമല്ല. ഒരു പുരുഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ അവന് കിട്ടുന്നത് 1 വെള്ളിക്കാശ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസമേ ഉള്ളൂ പണി. ശനിയും ഞായറും പണിയില്ല, അറിയാം. വെള്ളിയും ശനിയും പണിയില്ല, ഞായർ മുതലാണ് പണി. വെള്ളി ഒരുക്കുന്നതാണ്, ശനിയാഴ്ച ശബത്തെന്നാണ്, അന്ന് പണിയാൻ പാടില്ല. അപ്പൊ ഒരാഴ്ച പണിതാൽ എത്ര വെള്ളിക്കാശ് കിട്ടും? 5 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശ് കിട്ടണമെങ്കിൽ എത്ര ദിവസം പണിയണം? ഒരു ചുംബനത്തിന്റെ പ്രതിഫലമാണ് 30 വെള്ളിക്കാശ്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, അധ്വാനമില്ല, വിയർപ്പെടുക്കയില്ല. ഗുരു എന്ന് പറഞ്ഞ് ചെന്നൊന്ന് ചുംബിച്ചാൽ മതി, നിനക്ക് 30 വെള്ളിക്കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധിയുമായി ബന്ധമുള്ളവനാണെങ്കിൽ ആനറിക്കൊണ്ട് പറയണമായിരുന്നു നോ. പക്ഷെ യൂദ യെസ് പറഞ്ഞു. നോ പറയേണ്ട സ്ഥാനത്ത് യെസ് പറഞ്ഞതാ താങ്കളുടെ പരാജയമെങ്കിൽ തിരിച്ചറിയണമെന്നില്ല. യെസ് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറഞ്ഞതാണ് പ്രശ്നമായിരുന്നു. നോ എന്ന പദത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണെങ്കിൽ, ജഡം നമ്മെ ചതിച്ചെങ്കിൽ, ലോകം നമ്മെ ചതിച്ചെങ്കിൽ, സാത്താൻ നമ്മെ ചതിച്ചെങ്കിൽ, ഈ വാക്യം അന്തരാളത്തിലേക്ക് ഇറങ്ങണം, കത്തി ഇറങ്ങണം, തികഞ്ഞെങ്കിലേ പറ്റൂ. കർത്താവിന് പ്രകടനമല്ല വേണ്ടുന്നത്, അന്തരംഗത്തിലെ സത്യമാണ് വേണ്ടത്. ബോധ്യമായ ഒരു കർത്താവിനെ സ്തുതിച്ചാൽ യേശുവിനെ പോലെയാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഓസ്ട്രേലിയ വന്നപ്പോ മറന്നുപോയോ ആ പാട്ട്? ഏതാ? യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ പകരം വയ്ക്കാൻ പറ്റിയ പാട്ട് വേറെ. മലയാളിക്ക് പാട്ട് തരാൻ നാഗൻ സാഹിബ് കപ്പലിറങ്ങി വരേണ്ടി വന്നു. അതാ വേറൊരു വൈരുദ്ധ്യത. പക്ഷെ മറക്കില്ല, അതിനോട് ചേർത്ത് വയ്ക്കുവാൻ ഇണപ്പാട്ട് വേറെയുണ്ട്. അതറിയാം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ഈ 2 വരികളിലും പോലെ എന്ന പദമാണ് എന്നെ പേടിപ്പിക്കുന്നത്. ശിഷ്യനാകുന്ന എന്നെ അങ്ങേ പോലെ, യേശുവേ പോലെ. ഈ പോലെ എന്നുള്ള പ്രയോഗം എന്തിന്റെ മറുപടിയാണെന്ന് പണ്ടും അറിയാമോ? ദൈവശാസ്ത്രം. ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ കയറി വീണത് അറിയാമോ? മനസ്സിലായില്ലേ? ആ പോലെ കേട്ടപ്പോഴാണ് മനസ്സിലായില്ലേ? അതിലെ സോപ്പിന്റെ കവറിലെല്ലാം മറ്റുള്ള പെമ്പിള്ളേരുടെ മണം കാണിച്ചിട്ടുണ്ട്. ഇത് തേച്ച് കുളിക്കാൻ ആരെ പോലെ? അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ മുഴുവൻ ഇടപാടിലും ഈ പോലെ എന്ന പ്രയോഗമുണ്ട്. ആദ്യം ഇറക്കുമതി ഇത് വിജയിച്ച ആരെന്നറിയാമോ? സാത്താനാണ്. അതിന് ബദൽ നടപടിയായിട്ട് പറയുക യേശുവെ പോലെ. യേശുവെ പോലെ. അന്ന് ചതിക്കപ്പെട്ട നമുക്ക് തരുന്ന ഒരു ഓഫറാണ്. യേശു ജീവിച്ച പോലെ നീ ജീവിക്ക്, ദൈവത്തെ പോലെ, യേശുവെ പോലെ. എത്ര പേർ ആഗ്രഹിക്കുന്ന കരമടിച്ച കർത്താവിനെ സ്തുതിച്ച് യേശുവെ പോലെയാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ, അവന്റെ കേൾവികൾ നിനക്ക് വിടുവായിരിക്കണം. യേശുവെ പോലെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ പാപത്തിൽ നിന്ന് എന്തോ ചെയ്യാൻ പറ്റുള്ളൂ? വേർതിരിയണം. ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യണം? വേർപെടണം. പാപത്തിൽ നിന്ന് എന്തോ ചെയ്യണം? To be separated to God, to be set apart to God only. അപ്പൊ തന്നെ to be separated from sin എന്നത് ഓർത്തുവിടണം. എങ്കിൽ വിശുദ്ധിയുടെ തികവ് പ്രാപിക്കും. മൂന്നാമത്തെ ചിന്തയിലേക്ക്. മൂന്നാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത് to be set apart for the indwelling of the Spirit. എന്താ മനസ്സിലായി? പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിന് വേണ്ടി നമ്മെ എന്തോ ചെയ്യണം? വേർതിരിക്കണം.
പരിശുദ്ധാത്മാവിന്റെ indwelling of the Spirit, അധിവാസം. മലയാളം മനസ്സിലാകുന്നുണ്ടല്ലേ? ആമേൻ. Praise the Lord. ഇംഗ്ലീഷ് പ്രസംഗം ഇവിടെ മലയാളമല്ല. വളരെ സന്തോഷം. Indwelling of the Spirit, വളരെ ഗൗരവമായ കാര്യം. ഈ അധിവാസം എന്നൊക്കെയുള്ള പ്രയോഗം മലയാള വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും വായിച്ചാൽ കൊടുക്കുന്നുണ്ടോ? മലയാള വേദപുസ്തകം വായിക്കുന്ന ശീലമാണ്. വേദപുസ്തകം വായിക്കുന്ന ശീലമുണ്ടോന്ന് എന്റെ ചോദ്യങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ? ആത്മാവിന്റെ അധിവാസം എന്നൊരു വാക്യം തന്നെ ഗംഭീരമായിട്ടുണ്ട്. 2 തിമോഥെയോസ് 1:14 വാക്യം വായിച്ച് 2 തിമോഥെയോസ് 1:14 വാക്യം വളരെ ഗൗരവമായ ഒരു വാക്യമാണ്. ആ വാക്യം മറന്നു പോകും. 2 തിമോഥെയോസ് 1:14. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് കാത്തുകൊള്ളും. അപ്പൊ ആത്മാവ് എവിടെ വസിക്കണം? നമ്മിൽ അധിവസിക്കണം. അപ്പൊ ആത്മാവിന്റെ അധിവാസത്തിന് വേണ്ടി നമ്മെ വേർതിരിക്കുന്നതാണ് വിശുദ്ധിയുടെ തികവ്. എത്ര പേർ മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിന്റെ അധിവാസം നമ്മിലുണ്ടാകണം. ഈ ആത്മവ്യാപാരം 3 തലങ്ങളാണ്. 3 തലങ്ങളുണ്ട്. അത് പഠിച്ചോണം. 1 നമ്മുടെ മേൽ വ്യാപരിക്കുക, 2 നമ്മിൽ വ്യാപരിക്കുക, 3 നമ്മുടെ ഇടയിൽ വ്യാപരിക്കുക. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുണ്ട് ആത്മവ്യാപാരത്തിന്റെ 3 തലങ്ങൾ. 3 വാക്യം തന്നെ. ഇത് എന്റെ ചിന്തയൊന്നുമല്ല, വചനമായി. ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കണം. ശിശുവിന്റെ മേൽ വന്നു, അപ്പോഴാ സിംഹത്തെ കീറിയത് അറിയാമേ. ശൗലിന്റെ മേൽ വന്നു, അപ്പോഴാ എന്തോ ചെയ്തത്? പ്രവചിച്ചത് അറിയാമല്ലോ. ശൗലുണ്ടോ പ്രവാചക ഗണത്തിൽ? ആത്മാവ് അവന്റെ മേൽ വന്നപ്പോഴാണ് പ്രവചിച്ചത്. ദാവീദിന്റെ മേൽ വന്നു, അപ്പോഴെ പെട്ടതിന് മുമ്പ് എന്തോ ചെയ്തത്? നൃത്തം ചെയ്തു. അപ്പൊ ഈ മേൽ വരുന്ന ഇടപാട് എവിടെയാണെന്ന് അറിയോ? പഴയ നിയമത്തിലാണ്. മേൽ അപ്പോൺ ഹിം, അപ്പോൺ ദം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഓൺ ഹിം എന്നൊക്കെയുള്ള പ്രയോഗം. പക്ഷേ പുതിയ നിയമസഭയ്ക്ക് ഈ മേൽ വരാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെ വരണം? ഉള്ളിൽ വ്യാപരിക്കണം. ഉള്ളിൽ വ്യാപരിക്കണം. അതിനൊരു പ്രവചനമുണ്ട്. എഹെസ്കേൽ പ്രവചനം 36:27 വാക്യം. എഹെസ്കേൽ 36:27 ഇങ്ങനെയാണ് പറയുക: ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. നിങ്ങളെ എന്റെ കിട്ടിയോ? വാക്യം കിട്ടിയത്? ഒന്ന് വായിച്ചാൽ 36. അപ്പൊ ചട്ടപ്രകാരം നടക്കണമേ. കമോൺ, ചട്ടപ്രകാരം നടക്കണമെങ്കിൽ ആത്മാവ് എവിടെ വേണം? ഉള്ളിൽ വന്നേ പറ്റും. മേൽ ആത്മാവ് വന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സുഖത്തെ കീറാം, പ്രവചിക്കാൻ അത്യാവശ്യം. മനസ്സിലായില്ലേ? കാരണം ശിംശോന്റെ മേൽ വന്നപ്പോൾ എന്തോ ചെയ്തു? എതിരെ ചാടി വന്ന സുഖത്തെ പിടിച്ച് കീറി 2 കഷ്ണമാക്കി. അവൻ മുമ്പോട്ട് ഒന്നും അറിയാതെ പോലെ നടന്നുപോയി. 300 കുറുക്കന്മാരെ പിടിച്ച് വാരോട് വാരി ചേർത്ത് വെച്ച് കെട്ടി. എന്താ വന്നപ്പോഴാണ്? ആത്മാവ് മേൽ വന്നപ്പോഴാണ്. കുന്നു 2 കുന്നു 3 എന്ന് പറഞ്ഞ് ഫെലിസ്ത്യ മകന്മാരെ കൊന്നു കൂട്ടി. എന്താ വന്നപ്പോഴാണ്? ആത്മാവ് വന്നപ്പോഴാണ്. പക്ഷേ ചട്ടം തെറ്റിപ്പോയി പുള്ളിക്ക്. ഇത്രയും അനിതര സാധാരണമായി വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്ത പുള്ളി താരാട്ട് പാടിയവിടെ മടി കിടന്ന് ഉറങ്ങിപ്പോയി. അറിയാത്ത സംഭവം. അപ്പൊ ആത്മാവ് മേൽ വന്നാൽ പോരാ, ചട്ടം തെറ്റാതെ ജീവിക്കണമെങ്കിൽ എവിടെ വരണം? ശൗല്യ നോക്ക്, ആത്മാവ് അവന്റെ മേൽ വന്നു, പ്രവചിച്ചു. അവന്റെ പ്രവചനം എന്തുവാന്ന് പോലും അറിയാൻ വയ്യ. പക്ഷെ പ്രവാചക ഗണത്തോട് ചേർന്നപ്പോൾ ഇവനും എന്തോ ചെയ്തു? പ്രവചിച്ചു. അപ്പൊ ശൗലും ആരായി മാറിയപ്പോ? ആത്മാവ് മേൽ വന്നപ്പോൾ ആരായി മാറി? പ്രവാചകനായി. പക്ഷേ ആ പുള്ളിയുടെ കയ്യിൽ ഒരു കുന്തം. ആരെ കുത്താൻ? വായിൽ പ്രവചനമുണ്ട്. മനസ്സിലായില്ലേ? കയ്യിൽ കുന്തമുണ്ട്, അകത്ത് ദാവീദിനുള്ള കണ്ണുകടിയുണ്ട്. നോക്കി ആ ചിത്രം ഒന്ന് വരച്ചു നോക്കി. കലാകാരികൾ ഉണ്ടെങ്കിൽ ഒരു ചിത്രം ഒന്ന് വരച്ചു നോക്കി. ഇസ്രായേലിന്റെ തോൾ മുതൽ പൊക്കമേറിയ ഒരു യുവാവിന്റെ കോമള രൂപം വരയ്ക്കണം. അവന്റെ കയ്യിൽ എന്തുകൊണ്ട്? കുന്തം. തലയ്ക്ക് മീതെ എന്തുകൊണ്ട്? ആത്മാവിന്റെ ജ്വാല. വായിൽ എന്തുകൊണ്ട്? മകനെ മകളെ ദാസാദാസി എന്ന പ്രവചന ദൂതുകൊണ്ട്. അകത്ത് എന്തുകൊണ്ട്? കണ്ണുകടിയുണ്ട്. കണ്ണുകടിയും കയ്യിലെ കുന്തവും വായിലെ പ്രവചനം കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു? അങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്ന മഹാന്മാരും മകനിലും ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ചട്ടം തെറ്റിയുള്ള പോക്കാണ്. അകം കണ്ണുകടിയില്ലാതെ, കയ്യിൽ മാരകായുധങ്ങളില്ലാതെ, നാവിൽ പ്രവചന ദൂതുകളുമായി പോകുന്ന ഇടപാടല്ല. പകരം സംശുദ്ധമായ ഒരു അന്തരാത്മാവിന്റെ വേണമെങ്കിൽ അതാ പറഞ്ഞ ചട്ടം തെറ്റിപ്പോകാതെ ആത്മാവ് എവിടെ വേണം? അകത്ത്. നമ്മിൽ അധിവസിക്കുന്ന ആത്മാവ്. ദാവീദിന്റെ മേലൊക്കെ ആത്മാവ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബാലയഹൂദയിൽ സ്വന്തം മണ്ണിൽ വന്ന് ലാൻഡ് ചെയ്തപ്പം എല്ലാം മറന്ന് എന്തോ ചെയ്തു? ആരാധിച്ചു. ഭാര്യയ്ക്ക് അത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണ്ടില്ലേ? പഞ്ഞനൂലങ്കി ധരിച്ച് ഇസ്രായേൽ കന്യകമാരുടെ മുമ്പിൽ. അതാ കുഴപ്പം. കന്യകമാരുടെ മുമ്പ് മറ്റുള്ളവരായിരിക്കും കുഴപ്പമുണ്ടാകുന്നില്ല. 4 മനുഷ്യൻ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ജാതകങ്ങളൊക്കെ പറഞ്ഞു. അവളിങ്ങനെ കർക്കിടക മാസത്തിലെ കാർക്കോൾ കൊണ്ട് മുഖം പോലും ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴത്തെ ആസ്ട്രേലിയയുടെ മേഘം പോലെ. രാവിലെ ഇടയ്ക്കൊന്ന് തെളിഞ്ഞു കാണും, പിന്നെ ഒരു കാർക്കോട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഖം മൂടി ഇങ്ങനെ വല്ലാത്തൊരു പരുവത്തിലിരിക്കുക. എന്തോ ചോദിച്ചാലും പൊട്ടിത്തെറിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ ഒറ്റ പോക്ക്. എവിടെ എന്നിട്ട് ഇടയ്ക്കൊരു സംഭാഷണമൊക്കെ ഉണ്ടാക്കിയല്ലേ?
നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കപ്പെടാൻ പറയുന്നത്, നാണില്ലേ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഇങ്ങനെ ചാടാൻ ചോദിക്കുമ്പോൾ പറയുന്നു, വിദഗ്ധമായിട്ട് ഭാര്യയെ അപ്പനെ വിളിക്കുന്ന ഒരു ശൈലി പറഞ്ഞു തരുന്നുണ്ട് ദാവീദ്. വായിച്ചിട്ടുണ്ടോ? അങ്ങനൊക്കെ വേണം സംസാരിച്ച് പഠിക്കാൻ. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ദാവീദിനോട് ചേർന്ന് എന്ന് ഞാൻ പറയുന്നു എന്നൊക്കെ, ദാവീദിനോട് ചേർന്ന് എന്ന് ഞാനും പറയും എന്ന് പറഞ്ഞ പോലെ മനോഹരമായ നിലയിൽ അപ്പനെ വിളിക്കുന്ന ഒരു ശൈലി ദാവീദ് പറയാം, നിന്റെ അപ്പനേക്കാൾ അധികം എന്നെ മാനിച്ച എന്റെ ദൈവം. അപ്പനെ കൂടെ വിളി കേട്ട് കഴിഞ്ഞാൽ ഭാര്യ അടങ്ങി നിൽക്കുമോ? പിന്നെ അവൾ ആകപ്പാടെ വല്ലാതെയായി. പിന്നെ അവിടെ നിൽക്കുന്ന പന്തികളാണെന്ന് മനസ്സിലായി പുള്ളി നേരെ എവിടെ പോയി? അങ്ങ് മട്ടുപ്പാവിലേക്ക് പോയി. മട്ടുപ്പാവിലേക്ക് പോകുമ്പോൾ തുറന്നു കിടന്ന കിളിവാതിലൂടെ നോക്കിയ കാഴ്ചകൾ പ്രകൃതി രമണീയമായ പടിഞ്ഞാറൻ ചക്രവാളമായിരിക്കാം കണ്ടത്. സന്ധ്യാതായ നേരത്തെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പം അസ്തമനഗ്രഹണത്തിന്റെ ചെഞ്ചായം കൊണ്ട് പ്രകൃതി അങ്ങനെ ഭംഗിയിൽ നിൽക്കുന്ന ഒരു നേരമാകാം. നല്ല സങ്കീർത്തനമൊക്കെ വിരിയാൻ പറ്റിയൊരു സമയമാണ്. സാഹിത്യവാസനം ഉണ്ടെങ്കിൽ വല്ല സങ്കീർത്തനവും എഴുതാം എന്ന് വിചാരിച്ച് അവിടെ പോയി നിൽക്കുമ്പോഴാണ് എഴുതരുതാത്തൊരു കാഴ്ച കണ്ടത്. കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പോയി ആ കാഴ്ചയിൽ കണ്ണുടക്കി. അന്ന് രാത്രി വ്യഭിചാരം, പിറ്റേ ദിവസം കൊലപാതകം. പെട്ടകത്തിന് മുമ്പിൽ ആരാധിച്ച പുള്ളിയുടെ കാര്യം ഞാൻ പറയും. കാര്യം എന്താണെന്നറിയാമോ? ആത്മാവ് മേൽ മാത്രമേ വന്നുള്ളൂ. ശൗൽ ചട്ടം തെറ്റിച്ചു, ദാവീദ് ചട്ടം തെറ്റിച്ചു, ശിംശോൻ ചട്ടം തെറ്റിച്ചു, അങ്ങനെ പലരും ചട്ടം തെറ്റിച്ചത് കൊണ്ട് അവിടെ ആത്മാവ് നമുക്ക് തരുന്നത് പ്രവചന ദൂതാണ്. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കാം, നിങ്ങളുടെ ഉള്ളിലാക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ 2 കൊരിന്ത്യർ 4-7 വാക്യം, 2 കൊരിന്ത്യർ 4:7 ഇങ്ങനെയാണ് പറയുക, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. എവിടെ പകർന്നിരിക്കുന്നു? ദാനപത്രം എന്ന് പറയേണ്ടത് എവിടെ പകർന്നിരിക്കുന്നു? മൺപാത്രങ്ങളിൽ, മൺകൂടാരങ്ങളിൽ, മൺപാത്രങ്ങളിൽ. നോട്ട് അപ്പോൺ ദ പോട്ട് ബട്ട് ഇൻ ദ പോട്ട്. പാത്രങ്ങളുടെ മേലല്ല, പിന്നെ എവിടെ തന്നിരിക്കുന്നു? പത്രങ്ങളിൽ. അതാണ് ഞാൻ മുമ്പേ അധിവാസം എന്ന പദം തന്നിരിക്കുന്നത്. അകത്ത് നമ്മിൽ അധിവസിക്കുന്ന, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ മേൽ നിന്നല്ല, പിന്നെ എവിടെ നിന്ന്? ഉള്ളിൽ നിന്ന്. അപ്പൊ ആത്മാവ് പുതിയ നിയമസഭയ്ക്ക് എവിടെ തന്നിരിക്കുന്നേ? അതാണ് ഞാൻ പറഞ്ഞത്. ആത്മാവ് അധിവസിക്കത്തക്ക നിലയിൽ നമ്മുടെ ശരീരത്തെ വേർതിരിക്കുന്നത് അവിശുദ്ധിയുടെ ദേഹമാണ്. ഈ 2 കൊരിന്ത്യർ 4:7 വാക്യം വളരെ ഗംഭീരമാണ്. നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് പകർന്നു വയ്ക്കാൻ ഒരു പാത്രം വേണം, അത് നമ്മുടെ ശരീരമാണ്. മനസ്സിലായില്ലേ? ഈ ശരീരത്തിൽ ദൈവം പകർന്നു വയ്ക്കാൻ ആഗ്രഹിക്കും. ഞാൻ അടുക്കള ശാസ്ത്രം പറഞ്ഞോട്ടെ. കാടിവെള്ളം ഒഴിച്ചു വെക്കുന്നത് ഏത് പാത്രത്തിലാണ്? ഇവിടെ എങ്ങനെ കാടിവെള്ളം ഒഴിച്ചു വെക്കാറുണ്ട്? ഒഴിക്കാൻ കളയുമായിരിക്കും. നാട്ടിലെ കാര്യമല്ല. നാട്ടിൽ നിന്ന് വന്ന ആള് നാട്ടിലെ ഉദാഹരണമാണ് പറയുക. ഓക്കെ, അമ്മാമേ കാടിവെള്ളം ഒഴിച്ച് കളയല്ലേ, ഞങ്ങളെ ഒരു പാത്രം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, പശുവിന് ഞങ്ങളുടെ കാടി പോരാ, ഞങ്ങളെ ഒഴിച്ചു വെച്ചേ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചേക്കുന്ന ചരിവ് ഏതാണ്? ഒരു മഞ്ഞക്കാലം. പുതിയ കാലം അല്ലാതെ നമുക്ക് പരാതിയില്ല. കഴിയാത്തൊരു മഞ്ഞക്കാലം കൊണ്ടുവച്ചു നമ്മൾ പരാതി പറഞ്ഞില്ല. കാരണം എന്തോ ഒഴിച്ചു വെക്കാനാണ് കൊണ്ടുവച്ചത്. കാടിക്ക് അതിന് തക്ക ഒരു കാലം മതി, മനസ്സിലായി. പക്ഷെ കുടിവെള്ളമാണെങ്കിലും അതിന് വേറെ പാത്രം. പാല് വാങ്ങിക്കുന്ന പാത്രത്തിലാണോ തൈര് വാങ്ങി? പാമ്പോയി വാങ്ങിക്കുന്നതിനകത്താണോ വെളിച്ചെണ്ണ വാങ്ങി? വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതിനകത്താണോ പെട്രോൾ വാങ്ങി? അല്ലല്ലോ, അല്ലല്ല. അത് സംബന്ധിച്ചോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു സംഗതി പകർന്നു വെക്കാൻ ഒരു പാത്രം വേണം. ആ പാത്രം തെരഞ്ഞെടുക്കുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയ? പകരാൻ പോകുന്ന വസ്തുവിന്റെ മൂല്യം അനുസരിച്ച്. എത്ര പേർക്ക് മനസ്സിലായിട്ടായോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പകരാൻ ഒരു പാത്രം വേണം. എന്തോ പകരാനാ? തൂത്തുവാരി വേസ്റ്റ് ഇട്ട് വെക്കാനല്ല, അവന്റെ ആത്മാവിനെ. ഏതാത്മാവിനെ? പരിശുദ്ധ ആത്മാവിനെ പകർന്നു വെക്കാൻ ഒരു പാത്രം വേണം. ആ പാത്രം നമ്മുടെ ശരീരമാണ്. പക്ഷെ എല്ലാ പാത്രത്തിലും പകരില്ല. ആ പരിശുദ്ധാത്മാവിന്റെ പവിത്രതയ്ക്ക് അനുസൃതമായ ഒരു പാത്രം, അതാണ് എന്റെ ശരീരം എന്ന് ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അതാണ് വിശുദ്ധിയുടെ ദൈവം. ഈ 3 ഡയലോഗുകൾ മറക്കല്ലേ പ്രിയരേ. ദുഷിച്ച കാലത്തിൽ, വക്രതയുടെ കാലത്തിൽ പിതാക്കന്മാരുടെ ദൈവത്തെ മറന്നുപോയിട്ട് മുൻപോട്ട് സമൃദ്ധിയിൽ ഗമിക്കുന്ന ഒരു തലമുറയുടെ ഇടയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണെന്നും ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കേണ്ടതിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പാത്രമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, പാപത്തിൽ ഞാൻ എന്തോ ചെയ്തിരിക്കുന്നു? വേർപെട്ടിരിക്കുന്നു. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് 2 പറഞ്ഞുള്ളൂ. 1 മേൽ വ്യാപരിക്കണം, 2 എവിടെ വ്യാപരിക്കണം. 3ാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഏതായിരുന്നു? അങ്ങനെ വാക്യം കണ്ടിട്ടുണ്ട് ഇവിടെ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ, among us. അതാ upon us, in us, among us. among us എന്ന് പറയാതെ പോകരുത്. among us, നിങ്ങളുടെ ഇടയിൽ ആത്മാവ് വ്യാപരിക്കുന്നു. അങ്ങനെ വാക്യം ഇതിനോടകം എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേദോസത്തിൽ എവിടെയെങ്കിലും വെച്ച ചോദ്യം അർത്ഥം. അവിടെ ഇവിടെ എഴുതി വെക്കാൻ സാധ്യതയില്ല. വേദപുസ്തക വായനയിൽ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ആ വാക്യം കാണാത്തതിന്റെ കുഴപ്പങ്ങൾ ആത്മീയ തലത്തിലുള്ള. ഇടയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം? നമ്മിൽ, നമ്മുടെ മേൽ വന്ന ആത്മാവ് നമ്മിൽ എന്തോ ചെയ്യണം? നിറയണം. അത് നിറഞ്ഞിട്ട് നമ്മുടെ ഇടയിലൂടെ എന്തോ ചെയ്യണം? ഒഴിയണം.
എനിക്ക് പാസ്റ്ററും തമ്മിൽ കീർത്തിപ്പില്ല. പാരവയ്ക്കാതിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അളിയനും അളിയനും എന്നുള്ള ബന്ധമല്ല, മച്ചാനും മൈനും ഉപ്പാപ്പനും കൊച്ചപ്പനും എന്നുള്ള ബന്ധത്തെക്കാൾ എല്ലാം അപ്പുറം ആത്മാവ് ഞങ്ങളെ ബന്ധിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ആത്മാവ് വസിക്കുന്നു. അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ കീർപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ ഇടയിൽ ആര് വസിക്കണം? പരിശുദ്ധമാണ്. നാത്തൂനും തമ്മിൽ പോരാട്ടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആര് വസിക്കണം? അങ്ങനെ അവിടെ വളരെ കൊടുക്കുന്ന സഹോദരന്മാർ. അളിയനും കൂടെ തമ്മിൽ കീർപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ ആര് വസിക്കണം? ആത്മാവ് വസിക്കണം. അമ്മാവിയപ്പനും മരുമകളും തമ്മിൽ കീർപ്പുണ്ടാകാതിരിക്കാൻ ആര് വസിക്കണം? ആത്മാവിനെ വസിക്കണം. ബന്ധങ്ങൾ സംശുദ്ധമാകണമെങ്കിൽ അവരുടെ ആര് വസിച്ചു വെച്ചു? അതാണ് among you എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കും. ഒരു പുനർവിചാരണം നടത്തി നോക്കിക്കേ. എന്താ കൈ കൊടുക്കാൻ പറ്റാതെ? എന്താ മൗനം ചിരിക്കാൻ പറ്റാതെ? എന്താ ഒന്ന് ചേർന്ന് നിന്ന് കാര്യം സംസാരിക്കാൻ പറ്റാതെ? വൈരുദ്ധ്യതകൾ ഇന്നും നിൽക്കുകയല്ലേ? പണ്ടെങ്ങോ മിണ്ടാതെ പോയത് ഇന്നും എന്ത് ചെയ്തിട്ടില്ല? ഇണങ്ങിയിട്ടില്ല. എന്നെ കിട്ടുന്നില്ലായിരുന്നു, ഞാൻ വിട്ടതാ എന്ന് പറഞ്ഞ് അകന്നു പോകുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ആത്മബന്ധം എവിടെ നഷ്ടമാണ്. അപ്പൊ ആത്മാവ് എവിടെ വ്യാപരിക്കണം? എന്റെ കയ്യൊക്കെ ഇങ്ങനെ ഉള്ളൂ. ആ ശൈലി എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ദൂരത്തെ കാര്യം പറയും, വേറൊരു ഭൂഖണ്ഡത്തിന്റെ കാര്യം പറയും. 5 പേരുടെ കൊടുക്കത്തില്ല, 1.5 പേരുടെ. ഈ കൈ തരുന്ന പുള്ളി വികലാംഗനാണെന്ന് തോന്നിപ്പോ. അല്ല, പൂർണ്ണ ആരോഗ്യമുള്ള ആളാണ്, ഒരു അംഗവൈകല്യമില്ല. പക്ഷേ 1.5 പേരുടെ ആരോഗ്യം വെള്ളം ഭയങ്കരമാണ്. ബാക്കി പേരുടെ ബൈക്കിന്റെ കീയായി, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ടവൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണാണ് പിടിച്ചിരിക്കുന്നത്. 1.5 പേരുടെ, 1.25 പേരുടെ. കൈ കൊടുക്കുന്നതിനകത്തൊരു ദൈവശാസ്ത്രമുണ്ട്. എന്റെ ഹൃദയം എന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നതിന് എന്തോ ചെയ്യാനാണ്? കൈ കൊടുക്കാന്ന് പറഞ്ഞത്. 5 പേരുടെ കൂടെ ചേർത്തങ്ങ് കൊടുക്കുമ്പോൾ ഒന്ന് പിടിച്ചൊന്ന് ആവർത്തിക്കും, ഒരു സ്നേഹ നൊമ്പരം. ആ നൊമ്പരം എന്തിനെ കാണിക്കുന്നത്? എന്റെ ഹൃദയം അത്രയ്ക്ക് നിങ്ങളോട് എന്തോ ഇരിക്കുന്നു. നല്ലൊരു ചിരി, ചിലര് ചിരിച്ചു കാണിക്കാണോ കൊഞ്ഞനെ കുത്താണോ അറിയാൻ പറ്റില്ല, ഏതാണ്ട് കാണിക്കും. വന്നങ്ങ് മുട്ടിപ്പോയി എന്ന് ചിരിച്ചില്ലെങ്കിൽ എന്നെ വിചാരിക്കുമെന്നുള്ള, കാരണം ഹൃദയംഗമായിട്ട് എന്തോ ഇല്ല ബന്ധമില്ല. അല്ല, ഞാനിതൊക്കെ പറയുന്ന വാക്യം കണ്ടുപിടിക്കാൻ വേണ്ടി സമയം തന്നാ കിട്ടിയോ? ഇല്ലെന്ന് കിട്ടിയില്ല. ഹഗ്ഗായി 2:5 വാക്യം, ഹഗ്ഗായി പ്രവചനം. ഹഗ്ഗായിക്ക് എവിടെ താമസിക്കുന്ന അറിയാം? ഹഗ്ഗായി 2:5 വാക്യം. എന്റെ ആത്മാവ് എവിടെ വസിക്കുന്നു? നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എത്ര പേർ ഓർമ്മ ആത്മാവ് ഇടയിലുണ്ടെന്ന്? നമ്മുടെ ബന്ധങ്ങൾ സംശുദ്ധമാകാൻ, നമ്മുടെ ആത്മീയമായിരിക്കുന്ന ഇടപാടുകൾ സുതാര്യമാകാൻ ആത്മാവ് എന്ത് ചെയ്താൽ മതി? കീർപ്പ് പെട്ടെന്ന് മാറും. മിണ്ടാട്ടമില്ലായ്മ, ഉരിയാട്ടമില്ലായ്മ വെച്ച് ഉറപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. വൈദ്യുതകൾ ഉണ്ടാകാം, വാക്കുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷെ ആത്മാവിടയിൽ വസിക്കുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ കാന്തികമായി ചേർന്നു. ആത്മാവിടയിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന വാക്യമാണ്. പുറത്തുപെടുന്ന 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാത്തിരിക്കുന്ന 120 പേരുടെ മേൽ ആത്മാവ് അവരുടെ മേൽ വന്നു, അത് അവരിൽ നിറഞ്ഞു. അവരിരുന്നിരുന്ന വീട് മുഴുവനും എന്തോ ചെയ്തു? നിറച്ചു. 3 പ്രയോഗം അവിടെയുണ്ട്. ആത്മാവരുടെ മേൽ വന്നു, പിന്നെന്തോ ചെയ്തു? അവരുടെ ഉള്ളിൽ നിറഞ്ഞു. അവരിരുന്നിരുന്ന വീട് മുഴുവനും എന്തോ ചെയ്തു? വീട് മുഴുവൻ നിറയ്ക്കാൻ കാരണം എന്താ? അവരുടെ മേൽ വന്ന ആത്മാവ് അവരിൽ എന്തോ ചെയ്തു? നിറഞ്ഞു. അവരിൽ നിറഞ്ഞത് അവരുടെ വീട് മുഴുവൻ എന്തോ ചെയ്തു? നിറച്ചു. കണ്ടോ? അവരുടെ ഇടയിലൂടെ അത് വ്യാപരിച്ചു. അതുകൊണ്ട് പരസ്പര വൈരുദ്ധ്യതകളോ രാഷ്ട്രീയ കളികളോ ഇല്ലാതെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റി. രക്തസാക്ഷികളാകാനും അവർ ഒരുമിച്ചറിയുന്നു, ശുശ്രൂഷയ്ക്കും അവർ ഒരുമിച്ചറിയുന്നു. ആ ആത്മീയമായിരിക്കുന്ന അധിവാസം എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അപ്പൊ വിശുദ്ധിയുടെ യഥാർത്ഥമായ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യണം? വേർതിരിക്കപ്പെടണം. പാപത്തിൽ നിന്ന് എന്തോ ചെയ്യണം? വേർതിരിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ പകർന്നു വെക്കത്തക്ക നിലയിലേക്ക് നാം നമ്മെ എന്തോ ചെയ്യണം? വേർതിരിച്ചു കൊടുക്കണം. ഇതത്രേ വിശുദ്ധിയുടെ തികവ് എന്നതിന്റെ നിർവചനം. എത്ര പേർക്ക് ബോധ്യമായി? ദിവസങ്ങളടച്ച് നാം ഒരുമിച്ച് പുനർവിചാരണ ചെയ്യാൻ പോവുകയാണ്. ഈ ചിന്തകളുടെ മുമ്പിൽ നമ്മുടെ അനുഭവം എങ്ങനെയുണ്ട്? നമ്മുടെ ആത്മീയ ജീവിതം നാളിതുവരെ കഴിച്ച, നമ്മുടെ സ്വന്തം രാജ്യത്തും നമ്മളെ ദൈവം ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടെയും കഴിച്ച ആത്മീയ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഈ വചനവുമായി മുൻപോട്ട് പോകാൻ പറ്റുന്നുണ്ട്? ഇനി വിശുദ്ധിയുടെ തികവരുടെ വിഷയത്തെ കുറിച്ചുള്ള അടുത്ത ചിന്തകൾ നമ്മൾ പിന്നീട് അടുത്ത സെഷനുകളിൽ പഠിക്കാൻ പോവുകയാണ്. ആത്മീയ ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരും. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയങ്ങൾ ദൈവത്തിന്റെ ഏകാഗ്രമാകട്ടെ.